ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ. അയ്യടാ ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ എന്റെ മുണ്ട് വെള്ളത്തിലിട്ട് എടുത്ത് പിടിച്ചിട പയ്യൻ വരാൻ മുണ്ട് പിടിച്ചിട. പെണ്ണ് വരണേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കി കണ്ടില്ലേ? കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? ഏം പൊടി. മേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിച്ചു. പശു കാളയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിക്കും. എന്താടാ പാപ്പച്ചന്റെ അമ്മ? അമ്മ അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവേ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ല്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഈ മീനിക്കൾ ഇടാൻ കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയതാണ് അവ കുളിക്കാൻ അറിഞ്ഞത്. കാലനും കലികാലം കൊള്ളാം. നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ? നിന്റെ കാലൻ. ഒന്നിറക്കി വേടാ. കാലനോ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനാക്കിട്ട് ഒരു ആദിവാസി നാടകം എഴുതിയാലോ എന്ന്. എന്റെ വായിലേക്ക് കേൾക്കരുത്. എപ്പോഴും മുണ്ടെടുത്തിട്ടോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലെന്ന് ആലോചിക്കുക. എന്നെ മുണ്ട് പോവല്ലേ? അമ്മ അങ്ങോട്ട് പോ. അമ്മ അങ്ങോട്ട് വരല്ലേട്ടോ. അങ്ങോട്ട് വരില്ല അമ്മേ. ഏത് പെണ്ണാണ് ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായെ, ഈ കുരുത്തം കെട്ടോ 7-ാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി. അലിയ, എനിക്ക് ആംബുലൻസിൽ കയറണം. ഒരു ദിവസം മോനെ ആംബുലൻസ് കിടത്തി കൊണ്ടുപോകണമെന്നാണ് അളിയന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് അളിയനൊരു ട്രിപ്പ് ഉണ്ട്. മോർച്ചറിന്ന് ഒരു അനാഥ ശവം ചുടുകാട്ടിക്കൊണ്ടുപോയി ദഹിപ്പിക്കാനുണ്ട്. അലിയ, ഞാൻ ഇന്ന് വരെ പോർച്ചറി കണ്ടിട്ടില്ല. എന്നെ ഒന്ന് കൊണ്ടുപോ. മോർച്ചറി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക് അല്ലേ? നീ ഒന്നും ഉണ്ടായിരുന്നോ? ഒന്ന് പോയേ. എനിക്ക് മോർച്ചറി അവന്റെ ഒരു ആഗ്രഹമല്ലടാ, ഒന്നും കൊണ്ടുപോയി കാണിക്കരാ. വേണമെങ്കിൽ ഞാനും കൂടെ വരാടാ. സണ്ണിച്ചന്റെ അമ്മ തന്നെ ബെസ്റ്റ്. എന്റെ പൊന്നമ്മച്ചി, മോർച്ചറി എന്ന് പറഞ്ഞ കാഴ്ച ബംഗ്ലാവല്ല, ശവങ്ങൾ ഇടുന്ന സ്ഥലമാണ്. എന്റെ ഈശോ, അതാ. ആവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുപോയിക്കണം. കൈ എടുക്കടാ. മിണ്ടാതിരുന്നോളോ. വയസ്സ് 85. ഞാനിതുവരെ മോർച്ചറി കണ്ടിട്ടില്ല. അപ്പഴേ അവന്റെ ഒരു ആഗ്രഹം. ആലീസേ, ഇതിനെ എടുത്തോണ്ട് പോ. നിന്റെ അനിയനെ കണ്ട് പേടിക്കും. വലിയൊരു തന്നെ കണ്ടാ പേടിക്കും. ഞാൻ ഇതുപോലെ ടവം കണ്ടിട്ടില്ല. എനിക്ക് ടവം കാണണം. ശവം കാണാൻ മോർച്ചറി വരെ പോണോന്നില്ല. നീ കണ്ണാടിയിലോട്ടോ നോക്ക്. ഓ, ഒന്ന് പോണുണ്ടോ അവിടുന്ന്? അതെ,
നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. വിളിച്ചത് കേട്ടില്ലേ? പോടാ പട്ടേന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ആലീസേ, കൊണ്ടുപോകുന്നത് ആലീസേ, ഞാൻ വരാൻ നേരം വിളക്കും. നീ പോയി കിടന്നോ. പോയി കിടന്നുറങ്ങ്. മേലാണ്ടിരിക്കോ ഇല്ലയോ? എന്താണ്? ബോഡി റെഡിയാണോ? പിന്നെ എപ്പോഴും റെഡിയാണ്. ശവം കൊണ്ടുപോകാൻ ഒരു സ്പിരിറ്റ് വേണമെങ്കിൽ സ്വപ്ന സ്പിരിറ്റ് അകത്ത് ചെല്ലണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഓക്കെ. ഫ്രണ്ട്സ്, ചൂടാട്ടി ചിതയൊക്കെ റെഡിയാണല്ലോ. ഡെഡ് ബോഡി വേണേ നാട്ടിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടിയിലേ ഇരിക്കുന്നത്. വലിയ തുക ഒന്നും ആകത്തില്ല. ഒരു 10,000 രൂപയാവും. അയ്യോ, അവിടെ പിന്നെ ആരുമില്ല. ആകെ ഞാനൊരു അമ്മാവും മാത്രമേ ഉള്ളൂ. 6 വർഷം മുമ്പ് നാട് വിട്ടു പോന്നവനാ. ആര്, നിങ്ങളോ? അല്ല, ഒരു ഗുണവും ഇല്ലാത്തവനാ. അപ്പൊ പിന്നെ ചത്തതാ നല്ലത്. പത്രത്തിൽ ഓട്ടം കണ്ടപ്പോ വന്നെന്ന് മാത്രം. ഇവിടെ ദഹിപ്പിച്ചാ മതി. ഇവിടെ ദഹിപ്പിക്കാൻ നോക്കൂല. അയ്യോ, ഇവിടെ ദഹിപ്പിക്കണ്ട. പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചാ മതി. ശ്മശാനത്തിലെങ്കിൽ പൊതു ശ്മശാനത്തില്. വേഗം വാടിയിരുന്ന് വണ്ടി കയറ്റേ. പോ പോ പോ. ഈ വാർണിഷ് ഇവിടെ ഇരിക്കട്ടെ. കരയാതിരിക്കേ. ഏതായാലും പോയത് പോയി. നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാ നോക്കാം. എല്ലാരും വാ. നീ താമസിക്കണ്ട. അങ്ങോട്ട് ഒരാൾ പിടി. ശവത്തിനെ നോക്കിക്കൊണ്ടിരിക്കോട്ടോ ശവമേ. അറിയാതെ അറിയാതെ. അമ്മലെ പൊയ്ക്കോ. കച്ചവടം ബോഡി നോക്ക്. ಐದು ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು താത്തന്തു സത്തന്തു പോയി 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 പോയി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ, നിനക്ക് കന്നഡ അറിയാമോ? ഏയ്, ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. ആമി കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ, എന്താ സംഭവം? പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 കസിൻ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ? പിന്നല്ലാതെ. എടാ, ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ.
കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ಸಾತೊಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯಲ್ಲಿ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന്റെ കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കറല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവേ. ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്തയുടെ പേഴ്സണാലിറ്റി മാറ്റുന്ന. കടച്ചേട്ടാ 50 ഗ്രാം മുട്ടയും 2 കടുകും. എന്താ പറഞ്ഞത്? അയ്യോ സോറി കടച്ചേട്ടാ, 50 ഗ്രാം കടുകും 2 മുട്ടയും. നാക്കുളിക്കതാ. പിന്നെ മുട്ട താറാവന്നെ വേണേ, കോഴി വേണ്ട, അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നത്. 2 രാധാ സോപ്പേ. ഇന്ന് ഇത്രയും മതി, ധാരാളായി. ഇനി നാളത്തേക്ക് മതി. 19.95. ഇതിന്റെ ബാറ്റ ചെരുപ്പിന്റെ വില പോലെയുള്ള ചേട്ടാ. ചേട്ടൻ ബാറ്റ കമ്പനി റിട്ടയർഡ് ചെയ്ത് വന്നാ? അല്ല, കരോണായിന്നാ. ചുമ്മാതെ അല്ല, വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത്. ആട്ടെ, ചേട്ടന് തേങ്ങ വേണോ? തേങ്ങ വേണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. എവിടെ നോക്കട്ടെ. നനവില്ലാത്ത ആരും വെള്ളം കുറവാ. കണ്ട, ഇത് ഞാൻ രാവിലെ ഒരു ബാർബറുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. ക്ലീൻ ഷേവാ. എത്ര രൂപ വേണം? അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടൻ, ഞാൻ സത്യക്രിസ്ത്യാനിയാ. ചേട്ടന്റെ സാധനം ചേട്ടൻ തരുന്ന വില 5 രൂപയോ? ചേട്ടാ ഈ നോട്ട് മുഴുവൻ ഓട്ടമുള്ള ചേട്ടാ. ഈ ലോകത്ത് ഓട്ടം ഇല്ലാത്ത എന്താ ഉള്ളേ? ഉണ്ടല്ലോ. എന്ത്? പപ്പടം. കണ്ട, ആ ചന്ദനത്തിന് എന്താ വില? അത് 4.50. 2.5 വീട്ടിൽ കത്തിച്ചേട്ടാ. ചാണ്ടി വണ്ടി കയറി സ്റ്റേഷൻ വരെ ഒന്ന് പോണം. പുതിയ SIക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. പുതിയ SI ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു. പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. സംസാരിച്ചിരിക്കാൻ സമയമല്ല, വേഗം വണ്ടി കയറി. എല്ലാ കള്ളന്മാരും പിടിച്ചടിക്കാരും പൊക്കണമെന്നാണ് ഓർഡർ. പീരു സാർ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇത്തിക്കര തങ്കുവിനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനം എന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം. തങ്കു വീട്ടിൽ കാണോ? പിന്നെ തങ്കുടെ പകല് മുഴുവൻ റെസ്റ്റ് അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് വീട്ടിൽ കൊടുത്തേച്ച് വേഗം വാ. ശരി, ഞാൻ പോയിരാം. സാറേ വേണ്ടില്ലായിരുന്നു. ശരി, ഓക്കെ. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മദ്യം വിഷമാണ്. നടക്കടാ. കർത്താവ് തമ്പുരാനാണ്, നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. നടക്കടാ. ആരെങ്കിലും കാണുന്ന കൈവിടാൻ കാണട്ട. 1000 ആള് കണ്ടോ? നടക്കട. അങ്ങോട്ട് കേറങ്ങോട്ട് നടക്കട. ഇപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടോണ്ട ഗതികേടായില്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശാണ്. മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ്. മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ്. ഇരിക്കൂ. അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല.
താഞ്ചിരിക്കണ്ട, താനുണ്ടാവും എന്റെ കൂടെ. മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറഞ്ഞ കേട്ടതൊന്നും ഇടവകയിൽ ഞാൻ മാത്രം കുടിയുന്നുള്ളൂ. മിണ്ടാതിരിക്കണ അവിടെ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. അച്ഛൻ പറഞ്ഞു അച്ഛാ. ശ്രദ്ധിക്കൂ, ഈ കള്ളിമുൾ ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിന്ന് ഒന്നും മനസ്സിലായി വെച്ചോ. നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെളി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് 2 ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ പൂർവാധികം ആരോഗ്യവനായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? സെമിനാർ കഴിയുമ്പോ പാപ്പച്ചൻ മേടയിലേക്കൊന്ന് വരണം. ഇന്ന് ആ പന്നിയുടെ അന്ത്യ. ഇതുകൊണ്ട് വെടിവെച്ച പന്നി ചാവുമല്ലപ്പ. എടാ, ഇതുകൊണ്ട് വെടിവെച്ച പിന്നെ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി. പന്നിയെ കിട്ടിയാ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചായന്റെ അടുത്തെത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. ശബ്ദം കേട്ട പന്നി വരികയില്ല. അത് പന്നി തന്നെയാ. ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നിയ. മനുഷ്യനല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. എടപ്പ നോക്കടാ, കൊണ്ടെന്ന് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിലേട്ടാ എനിക്കറിയാം. ഇത് പന്നി തന്നെയാ. അയ്യോ അമ്മ, അമ്മ, അയ്യോ പതുക്കെ. മാമ, 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 മാമ. അയ്യോ, ഞാൻ വാളം പിടുങ്ങുമ്പോൾ அவங்க വെടിവെച്ചാச்சு. ഒരേ രക്തം മാമ. அவங்க காப்பாத்துக்க. அவங்க பின்னாடி வந்துட்டே இருக்கு. பின்னாடி வந்துட்டு இருக்கா? அப்ப நீங்க நிக்காது. ஐயோ, எனக்கும் ஆபத்து. எனக்கும் படி கிடைச்சிடும். நீ எங்கேயாவது போ. போடா. காப்பாத்துக்க மாமா. போ. ആ, കുട്ടി വന്നോ? എന്തിനാ സാർ കാണണമെന്ന് പറഞ്ഞത്? കാണാനല്ല, കാണിക്കാനാ വിളിപ്പിച്ചത്. ഈ കിടക്കണല്ലേ കാറ്? അതെ സാർ. കമോൺ. ഈ നിൽക്കുന്നല്ലേ ആള്? അതെ സാർ, ഇയാള് തന്നെ. എടി, അപ്പൊ നീയാണ് നിന്റെ പിന്നിലല്ലേ? നീ എന്നെ കള്ളക്കേസ് കൊടുക്കുമല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. നിന്നെ ഞാൻ ഇടിച്ചതിന്റെ കൂമ്പളക്ക് ഞാൻ കുഞ്ഞു നിൽക്കണം. സാർ, ഞാൻ നിരപരാധിയാ. ഇത് കള്ളക്കേസാ. ദാ ഇവള് കള്ളിയാ. കുഞ്ഞു നിൽക്കാൻ നിന്നോട് കുനിയാനാ പറഞ്ഞത്. നീ എന്റെ മസിലിന് പണി ഉണ്ടാക്കും. മതി വിക്രമ, നിന്റെ മസിലിന് പണി ഉണ്ടാക്കണ്ട. വിക്രമ, നെല്ല് കൂത്തുന്നത് എങ്ങനെയാന്ന് കാണിച്ചു നോക്കടാ. കാറി കയറാത്തവരൊക്കെ നീ കാറി കയറ്റി കൊല്ലുവല്ലടാ. സാറേ, മതി വിക്രമ, നിന്റെ കൈ കുത്തി അകത്ത് കയറിയ പിന്നെ അത് കൊലപാതക കുറ്റമാവും. ആരാണ് നിന്നെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചേ? ഞാൻ തനിയെ പഠിച്ചതാ. അന്ന് ഓടിച്ച് കാണിക്ക്. ഇവിടെ നിന്ന് ഓടിച്ച് കാണിക്കടാ. അതിന് കാറ് വേണ്ടേ? ഇത് കാറെന്ന് സങ്കല്പിച്ച് ഓടിക്കണം. ഇരുന്ന് ചാട്ടേടാ. ഓടിക്കേ. അയ്യോ, നല്ല മഴ ആണോ? നിൽക്കണൊരു പെൺകുട്ടി എവിടെ? വായി നോക്കുന്നോടാ റാസ്കൽ. ഗ്ലാസ് കയറ്റ്. പോടാ, സ്പീഡി പോടാ, സ്പീഡി പോടാ. ചെയ്യണോ? എന്താ വണ്ടി നിർത്തിയേ? ഒരു പട്ടി കുറുക്കെ ചാടി. ആ, മതി മതി, ഇറങ്ങ്. ഓ, ആ, കുട്ടീനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവൻ ഇനി ആരും ഇടിക്കില്ല. നല്ല പോലെ കാർ ഓടിക്കാൻ പഠിച്ചില്ലടാ. ആ, നീ ഇനി പെൺകുട്ടികളെ ഉപദ്രവിക്കോ? അയ്യോ ഇല്ല. എന്റെ ഷർട്ട്. ആ, ഞാനൊന്ന് പോയി റെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്റെ അമ്മേ, എന്തൊരു വേദന. എന്നെ ഞാൻ കാണിച്ചു തരാം. മടി ചൂലെ പുല്ലെ. എടാ, നിനക്ക് എപ്പോഴാ സെല്ലുലാർ ഫോൺ കിട്ടിയത്? ഇത് സെല്ലുലാർ ഫോൺ കിട്ടിയതല്ല,
എന്റെ ചെവിയുടെ കല്ലിലാർ പോയി കിട്ടിയതാ. അയ്യോ, നിന്റെ അടുത്ത് ഇഡ്ഡലി സാമ്പാറും വാങ്ങിക്കാനല്ലേ പറഞ്ഞത്? നീ പട്ടരാന്ന് കരുതി ഞാൻ ഈ ഇഡ്ഡലി കഴിച്ച് എനിക്ക് മതിയായി. നീ പൊറോട്ടയും സാമ്പാറും കഴിച്ചു നല്ല ടേസ്റ്റാ. ഇതിൽ മുട്ടയൊന്നും ചേരില്ലല്ലോ. ഇത് പ്യൂർ വെജിറ്റേറിയനാ. കണ്ടാ, ഇതിൽ 5 എണ്ണം ഉണ്ട്. 3 എണ്ണം എനിക്ക്, 2 എണ്ണം നിനക്ക്. ആ, അത് വേണ്ട, അത്രയ്ക്ക് സൂക്ഷിക്കണ്ട. 2 എണ്ണം നിനക്ക്, 3 എണ്ണം എനിക്ക്. അവിടെ ഈ 2 പൊറോട്ട വെച്ചാൽ ഒരുമാതിരി പള്ളിയാഴ്ച ഈച്ച പോയ പോലെയാവും. അത് ആദ്യമേ ആലോചിക്കണമായിരുന്നു. നിന്റെ അടുത്ത് 6 എണ്ണം വാങ്ങിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അതൊരു സീർട്ട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ബാക്കി പൈസ ഉണ്ടായില്ല. അപ്പൊ ഞാൻ 5 പൊറോട്ട വാങ്ങിച്ചു. അപ്പൊ സീർട്ട് വാങ്ങിച്ചു. ചായ വാങ്ങിച്ചില്ലേ? പിന്നെ 6 രൂപ വന്നിട്ട് നിനക്ക് ഞാൻ 6 പൊറോട്ടയും 2 തംസപ്പും 2 കിലോ പഴം വാങ്ങിച്ചു തരടാ. ഇങ്ങനെ പ്രശ്നം അറിഞ്ഞ എനിക്ക് അന്ന് കിട്ടില്ല കേട്ടോ. അപ്പുറത്തെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് ഹോസ്റ്റലില്. അവർക്ക് നമ്മളെയും നമുക്ക് അവരെ അറിയില്ലല്ലോ. അതില്ല, എന്നാലും അപ്പൊ ഇങ്ങനെ പൊറോട്ട സാമ്പാറിൽ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പരമാ നീ ആ ഫ്രിഡ്ജ് തുറന്ന ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും ഇങ്ങനെ എടുത്തോ. ഫ്രിഡ്ജോ? നിനക്ക് വട്ടായോ? വട്ടൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഫ്രിഡ്ജ് തുറക്കുന്നോരൊന്ന് കാണിക്ക്. ഫ്രിഡ്ജ് തുറക്കുന്നതിന് എവിടെ നിന്നാണ് ഇത്രയും ശബ്ദം? കാലത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇത്രയും സൗണ്ട് ഉണ്ടാവും. മതി. ഈ ലേറ്റസ്റ്റ് ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോ എന്തൊരു ശബ്ദം അല്ലേ? ഫ്രിഡ്ജ് അടയ്ക്കല്ലേ? ഇങ്ങനെ അങ്ങനെ ശരിക്കും വലിച്ചിട്ട് ക്ലാരെ, നീ പാൽ ആവശ്യത്തിന് കുടിച്ചല്ലോ അല്ലേ? മക്കളെ, നിങ്ങളെല്ലാം നന്നായി ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? അയ്യെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ കാലത്തെ കാപ്പൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉച്ചയൂട് വരെ നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. ഓക്കെ? 1 2 3 സ്റ്റാർട്ട്. അന്തോണി പാടത്താണ്. വേഗമാകട്ടെ, പൊക്കിയെടുത്ത് കേട്ട്. വലക്കൂടിലിടാനുള്ളതാ. എന്റെ കർത്താവേ, അയ്യോ. അയ്യോ, വേഗരിക്കോ. ഓൾ ഫാമിലി പാക്കപ്പ്. എന്തൊരാശ്വാസം. അങ്ങനെ എല്ലാരും ആശുപത്രിയിലായി. ഇനി ഒരെണ്ണം ഇങ്ങോട്ട് കിടക്കത്തില്ല. സനജ, നീ മിടുക്കനാണ്, മണ്ടനല്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണോ? പിന്നെ 2 ഫുൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുമോ? ഇല്ല, ഞാൻ കഴിക്കും. നീ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണം. ഏതായാലും കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി തന്നിച്ച. അളിയൻ പറഞ്ഞു തന്ന 3 വിദ്യയില് 2 എണ്ണം നിനക്ക് പ്രയോഗിക്കേണ്ടി വന്നുള്ളൂ അല്ലേ? ചവലയും പറഞ്ഞ 3 വിദ്യ ഞാൻ പ്രയോഗിച്ചു. അതെയാ? വയറിളക്കുന്ന വിദ്യ ചവലി ഇപ്പൊ കുടിച്ച ചായയിൽ ഞാൻ പ്രയോഗിച്ചു. കർത്താവേ, വന്ന് ആലീസേ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തിട്ടോ.
എന്റെ ആങ്ങളമാരോട് എന്റെ ആംബുലൻസിൽ എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ. ആലീസെ, ഒരു 3 ബക്കറ്റ് കൂടി കൊണ്ടുപോവാ. എന്റെ കർത്താവേ. രണ്ട് പ്രതിപിടിയിൽ ബാങ്ക് കവർച്ച 2 ആൾ. ഇച്ചായ എന്നാ ചായ. അവിടെ വെച്ചോ. ഇച്ചായൻ എന്നെ അരിച്ചു പെറുക്കുന്നേ? പരീക്ഷ ഫലമോ അതോ ലോട്ടറി നമ്പറോ? ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഭരണ കേസിലെ പ്രതിനെ പൊക്കിയോ നോക്കിയതാ. പൊക്കിയോ? പൊക്കും. അതിനെ എസ് ഐ വേറെ 2 ജന്മം ജനിക്കണം. അയാൾ വലിയ കേമനാന്ന് ഇച്ചാൻ തന്നെയല്ലേ പറഞ്ഞത്? അതിനേക്കാൾ 2 ഇരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത്. അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരുത്തനുണ്ട് കള്ളനാന്നും പറഞ്ഞ് നടക്കുന്നു. എടാ പെങ്ങക്ക് ടൈപ്പിന്റെ വീസ കൊടുക്കേണ്ടത് നാളെയാ. അതിനുള്ള വഴിയല്ല നീ കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മച്ചി, ഒരു കാര്യം മനസ്സിലാക്കണം. കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാര് ഈ നാട്ടിൽ പലരുണ്ട്. പക്ഷെ പലചരക്ക് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ, അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. നിനക്കിപ്പോ ഫീസ് കൊടുക്കണം, അത്രല്ലേ വേണ്ട? 2 കുട്ടിക്കുറ പൗഡറും 250 പരിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. ഇതെവിടെ കൊണ്ട് കൊടുക്കാനാ? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് കൊടുക്ക്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. മുട്ട കൊടുത്ത് കപ്പ വാങ്ങും, കപ്പ കൊടുത്ത് കാള വാങ്ങും, കാള കൊടുത്ത് കയറ് വാങ്ങും. പഴയ ബാർബർ സിസ്റ്റം. ബാർബർ അല്ല, ബാർട്ടർ സിസ്റ്റം. അതെ, ഓരോരോ മാറ്റങ്ങളെ. എടാ, ആ ദിവാകരൻ നിന്റെ കൂട്ടുകാരനല്ലേ? അവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. 10 300 നിനക്ക് അവനോട് ചോദിച്ചൂടെ? അമ്മ, അവന്റെ പാടം അവനറിയാം. പെങ്ങളെ കെട്ടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവൻ ഓടിയോണ്ട് നടക്കാം. അതെന്താ അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ? എന്റെ അമ്മയെ ഞാൻ കുത്തുവോ? ദിവാകരൻ ചേട്ടനും ഇച്ചാനും 8 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ? തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇച്ചാനും ദിവാകരൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. എടി മോളെ, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. എനിക്ക് വേണ്ടത്ര വിവരമായി അമ്മ. അവന് വിവരമില്ലാത്തോണ്ട് അവൻ പഠിച്ചു. ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്ന് തന്നെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. എവിടേക്ക് രാത്രിയിൽ വേളാങ്കണ്ണിക്ക് ടൂർ പോവാ? ശ്രീപീഠത്തിന് പുറത്താക്കിയല്ലേ? നീ അവിടെ കിടന്ന് പീഡിപ്പിക്കും. നാണക്കേട്. മുത്തച്ഛന്റെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മളെന്നായത്? നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരുടെ മുറിയിൽ നുഴഞ്ഞു കയറി. നാണക്കേട്. എടാ, ഒരറ്റംപ്റ്റ് ചീറ്റിന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. ഓ, എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കും. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ, എനിക്ക് വലിയ അസുഖമല്ലേ നിന്റെ മറ്റവളെ കണ്ടെത്താഞ്ഞിട്ട്. പോടാ, നീ പോടാ തെണ്ടി. നീ പോടാ പരമതി. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ തെണ്ടിന്ന് വിളിച്ച് പറഞ്ഞ കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെ തെണ്ടിന്ന്. മനസ്സിലായില്ല. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ. അവിടെ നല്ല നിലാവാ. അവിടെ പോയി ബഹളം വെക്കി. മനുഷ്യ റെസ്റ്റ് ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ടയേർഡാ. നീ പോടാ ഓപ്പേ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് ചെയ്യും? നീ വേണേ പുറത്തേക്ക് ഇപ്പൊ എല്ലാം കൂടി എന്നെ അല്ല, പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി 2 പേരും കൂടി പോയി എന്താ ഡിവോൾഫിയേഷൻ ഒപ്പിച്ചു വന്നിരിക്കാ പാഞ്ഞ വിശ്വാമിത്രമാര്. രവി, അടിയിടാവനെ. അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലല്ലേ? അയ്യോ, മണി ടെലിഫോൺ മണി അടിക്കണേ. നമസ്കാരം. എന്റെ സ്വപ്നത്തെ കസമണിയിച്ച സുന്ദരി. ഈശ്വര, വട്ടായോ? ഓ ഗോഡ്, ഐ ആം എ ഡ്രീം. എന്താ പറഞ്ഞ? ഇതൊരു സ്വപ്നമാണോ എന്ന്? ഈ സമാഗമം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തന്നോടല്ല, ഇയാൾ ആരാ? എന്റെ ഫോട്ടോഗ്രാഫറാ. ഹലോ. പൂവല്ലേ ഇത്, വെറും ഒരു കമ്പാ. പുലർച്ചെ കണ്ട സ്വപ്നം ഫലിച്ചു. ഇപ്പൊ കൂടി ചേച്ചി പറഞ്ഞതേ ഉള്ളൂ. എന്ത് സ്വപ്നം കണ്ടു? ആരെ സ്വപ്നം കണ്ടു? സാറിനെ അല്ലാതറിയാ. ഓ മൈ സ്വീറ്റ് ഹാർട്ട്. അയ്യോ, ഇതെന്താ ചുഴലിദിനം പിടിച്ച പോലെ. അല്ല, സാറെന്താ ഇവിടെ? ഞാൻ ഇപ്പൊ കമ്മീഷണറുടെ വീട്ടിലെ അടുക്കള പണിയാ. സോറി സാർ. അകത്തേക്ക് വരിക. സത്യത്തിൽ ഒരു ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്നതാണ് എന്റെ ഇപ്പോഴത്തെ പണി. ഡെഡ് ബോഡിയോ? അതെ, മാഡത്തിന്റെ ഹസ്ബൻഡ്. അയാളിപ്പോ ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാ. അതേ വരുത്. കൊപ്രാക്കളത്തിൽ കാക്കയെ നോക്കാൻ പോലും ഇനി കൊള്ളില്ല. ഒരു ഫോട്ടോ എടുത്തു. സാറിന് ഒരു ഫോട്ടോ എടുത്തോട്ടെ. കേട്ടില്ലേ? ഇതാണ് ഭാഷ.
ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. ഇത് ഉഗാണ്ടയിലെ ഗോത്രഭാഷ ഒന്നല്ല, ഈ ഭാഷ എനിക്കറിയാം. അറിയോ? ഓ, ആശ്വാസമായി. ലിപി ഇല്ലാത്ത ഭാഷയായതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. എന്നാ കേട്ടോ. എന്താ സാർ മറുപടി ഇല്ലാത്തത്? നാ പറഞ്ഞിപ്പോയോ? സാർ ആ ഭാഷ മറന്നു കാണും. ഇതിന്റെ പോറ്റേക്ക് എനിക്ക് നിന്റെ പോറ്റ മാറ്റാൻ എനിക്ക് നിന്റെ നാട്ടില് പോറ്റനെ ഞാൻ കണ്ട് അവരെ പോറ്റനെ ഞാൻ കണ്ട് 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 ഉള്ളിൽ ചായ എന്തിനാ ചിരിക്കുന്നത്? ഇതായിരുന്നു പ്രശ്നം. ഒരു നിസ്സാര കാര്യം സാർ ആവശ്യപ്പെട്ടിട്ട് പോറ്റി സാർ സാധിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ. എന്റെ തൃപ്രയാറപ്പ എന്താ കാര്യം? മാഡം പറഞ്ഞ എന്റെ തൊപ്പി തെറിക്കും. മറ്റൊന്നല്ല, കുഴപ്പം സാറിന്റെ തലമണ്ടയ്ക്ക് തന്നെയാ. എന്റെയോ? അപ്പൊ സാറിന്റെ അല്ല, ഈ സാറിന്റെ തലമണ്ടയ്ക്കകത്തൊരു പെരുവരിപ്പ്. അങ്ങനെ പിന്നെ ചികിത്സക്കുള്ള മരുന്നും സാറിനെ പറഞ്ഞു തന്നു. എന്താ അത്? നല്ല തിളച്ച ചൂടുവെള്ളം, അതും 210 ഡിഗ്രി സെന്റിഗ്രേഡിൽ. അതിങ്ങനെ മൂർധാവിലോട്ട് ഇങ്ങനെ ധാരധാരയായി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. അയ്യോ, തല പൊള്ളി അവിഞ്ഞു പോകത്തില്ലയോ? ഇങ്ങനെ അസുഖമുള്ള ആളുകളുടെ തല പൊള്ളില്ലെന്നാണ് സാറ് പറയുന്നത്. 210 അല്ല 310 ഡിഗ്രിയിൽ ഞാൻ ഇപ്പൊ വെള്ളം തിളപ്പിച്ചോണ്ട്. സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? താനൊരു പോലീസുകാരനായിരുന്നിട്ടും ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ എന്നാണ് സാർ ഇപ്പൊ പറഞ്ഞത്. ശരിയാണ്, സോറി സാർ. സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? ഇനിയും വെച്ച് താമസിപ്പിക്കാതെ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കാൻ ചൂടുവെള്ളം. ശരി സാർ, ഇപ്പൊ കൊണ്ടുവന്ന് ഒഴിക്കാം. കൊല്ലക്കുടിയിലെ സൂചി വിൽപ്പനയ്ക്ക് വന്നതല്ലേ? എന്നെ ഒന്ന് പുഴുങ്ങി ശരിയാക്കി തരണം. സത്യം പറയുന്ന നല്ലത്. നീ ആരാ? എന്തിനാ ഇവിടെ വന്നത്? അവർ തിളച്ച വെള്ളമായി വരുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പറയാൻ ആരാ നീ? ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഹലോ ഹലോ. മോളെ, ആ സബ് കളക്ടറെ മുറിയിൽ കാണുന്നില്ല. എന്താ എന്ത് പറ്റി? കമോൺ. എന്നെ ഞങ്ങള് പെണ്ണെടുത്തോളടാ. സാറ് പിടിച്ചോണേ, ഞാൻ തലയിൽ ഒഴിക്കാം. അവരൊക്കെ പോയോ? ഓ, സാറ് പിടിച്ചേ, നമുക്ക് ചികിത്സ ചെയ്ത് തുടങ്ങാം. സാറേ സാറേ ഒന്ന് നിന്നേ, സാറിന്റെ അസുഖം മാറാനല്ലേ. ഒന്ന് നിന്നേ. ഒഴിച്ചോ. അമ്മച്ചി എടുത്തോടാ എടുത്തോടാ, ഇറങ്ങിക്കോടാ. അയ്യോ, ഇതെന്തു പറ്റിയുടെ മക്കളെ? ഞങ്ങള് കള്ളനും പോലീസ് കളിക്കായിരുന്നു. സണ്ണിക്കുട്ടി പോലീസ് കള്ളനായിരുന്നു. പോലീസ് കള്ളനെ പിടിച്ച് പെരുമാറിയതായി കാണുന്നത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവ എന്നെ തൂക്കി കൊന്നേന്. മാതാവേ, അവന് ഞാൻ ശരിയാക്കുന്നുണ്ട്. എവിടെ കുരുത്തക്കെട്ടോ? വാമച്ചി, അവൻ പറമ്പിലുണ്ട്. ഞങ്ങൾ കാണിച്ചുതരാം. വാ വരേണ്ട മക്കളെ. അവ വല്ല കുളത്തിലെ തോട്ടിലെ മുങ്ങി കിടക്കണ്ട. അവ എന്റെ മക്കളെ എന്ത് എണീറ്റു വേണ? എന്നതാണ് മക്കളെ നോക്കുന്നേ? താൻ പോയി തന്നെ താടി പഠിക്കണോ? അതിനല്ലേ പോകുന്നു. ഓ, നല്ല സൃഷ്ടിയാണ്. നോക്കണ മക്കളെ. സണ്ണി മറത്തുമ്മേ ഇരിക്കുന്നു. എടാ, ഇറങ്ങി വാടകട്. അമ്മത്തേക്ക് തല്ലാനല്ലേ ഞാൻ ഇറങ്ങി വരില്ല. ഇവന് ഞാനിന്ന് മര്യാദക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ വലിയ തോട്ടിൽ കുത്തി താഴ്ത്തിടും. തോറ്റോന്ന് കുറ്റം ഞാൻ അമ്മച്ചിയുടെ തലയില് തുപ്പിടും. എന്നിട്ടും പോയില്ലെങ്കിൽ അമ്മച്ചിയുടെ തലയിൽ ഞാൻ മൂത്രമൊഴിച്ചു. വൃത്തികെട്ടവനെ കൊല്ലു നിന്നെയായി. വയസ്സ് 32 കഴിഞ്ഞു, എന്നിട്ട് അവന്റെ പിള്ളകള് കഴിഞ്ഞില്ല. ഇറങ്ങി വാട പോത്തെ. പോത്ത അമ്മച്ചിയുടെ കിച്ചോനാ. എടാ, സ്വന്തം തന്തയ്ക്കെന്നെ പറയുന്നോടാ ഏരണം കെട്ടവനെ. എടാ, വെറുതെ അല്ലടാ നിന്റെ തലവട്ടം കണ്ടപ്പോ അങ്ങനെ കച്ചവടം നിർത്തി പോയി. എടാ, കഞ്ഞി അടപ്പത്ത് കിടക്കണോന്ന് നീ ഇറങ്ങി വരുന്നുണ്ട? എനിക്കിപ്പോ കഞ്ഞി വേണ്ട അമ്മച്ചി. എന്റെ കർത്താവേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റടാ. അമ്മച്ചി, അമ്മേ, എന്നാ അമ്മേ? ദേ നോക്കട മോനെ. അച്ചായി വന്നു. അമ്മച്ചിന്ന് കിട്ടും. മോനെ സന്നിച്ച താഴെ വീണ കയ്യും കാലും ഒടിയും. അത് വീഴത്തൊന്നുമില്ല, ഉടുമ്പിന്റെ ജന്മല്ലേ. ഒന്ന് ചുമ്മാരി അമ്മേ.
മോനെ അച്ചായനാ പറയുന്നേ, താഴേക്ക് ഇറങ്ങി വാ. അമ്മച്ചി തല്ലച്ചായ. അവിടെ ഇങ്ങോട്ട് വന്നേ. പോട്ടെ. ആ ഇനി മോൻ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരെ. അച്ചായ എനിക്ക് മസാല ദോശ വാങ്ങിച്ചു തരോ? മേടിച്ചു തരാം. അല്ല ഞാൻ ഇറങ്ങാട്ടോ. സൂക്ഷിച്ചേ. ഇറങ്ങാൻ പറ്റില്ലല്ലോ. അച്ചായ എനിക്ക് മസാല ദോശ വാങ്ങിച്ചല്ലോ. ഇവന് എലിപ്പാഷാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ചുമ്മാ നീ ഒറ്റ അടിച്ചാണ് അവൻ ചീത്തയാക്കണത്. ചക്കര കുട്ടിയമ്മ. അവൻ കണ്ണനെ കാണിച്ച് കണ്ടതി. ഞാൻ പോവാ. ഈ പുല്ലാരിച്ച് പിള്ളേരെ ചീത്ത. എന്തിനാടാ കണ്ണനെ ഉപദ്രവിച്ചത്? അവൻ കുഞ്ഞല്ലേ? ഇവനെ ഞാനേ അറസ്റ്റ് ചെയ്തപ്പോ ഇവൻ എന്നെ പോത്തം പോലീസ് തന്നെ വിളിച്ചു. അല്ല കണ്ണാ, ഇനി അങ്ങനെ ഒന്നും വിളിക്കരുത് കേട്ടോ. അവൻ നിന്നേക്കാ മൂത്തതല്ലേ. ആ വഴക്കുണ്ടാക്കാതെ പോയി കളിച്ചോ. കളിച്ചാ അത്തല പിത്തല തവള ചീത്തുക്കു വലിക്കുന്ന തൂലാപ്പ മതി അവന് വിളക്കൂലി ഉണ്ടാവാൻ ചാലപ്പോ ഈ ബുദ്ധി ഞാൻ മനസ്സിലായില്ല? ഞാൻ ശ്രീലത. വനിതാ കോൺസ്റ്റബിൾ. എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഐ എം ഇന്റലിജന്റ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന സാറിന്റെ 2 ലേഖനങ്ങൾ എന്റെ മനസ്സിന് പിടിച്ചു കുലുക്കി. എന്താണാവോ? ഒന്ന് കാക്കി കെ പീച്ചേ ക്യാ ഹേ, മറ്റൊന്ന് ചുരിദാർ മാറ്റു സാരിയിലേക്ക് മടങ്ങും. രണ്ടാമത്തെ ലേഖനം വായിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടേ ഇല്ല. കുട്ടി വന്ന കാര്യം പറയൂ. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വായിച്ചിട്ട് സൗകര്യം പോലെ മറുപടി പറഞ്ഞാ മതി. ഇത്രയും പ്രിയപ്പെട്ട ചെമ്പകൻ ചേട്ടന് ചേട്ടന്റെ ചെമ്പക ആരാമത്തിൽ ഒരു പൂവായി വിരിയാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടന്റെ ഓരോ വാക്കുകളും ഒരു ലാത്തി ചാർജ് പോലെ എന്റെ മനസ്സിന്റെ തലങ്ങും വിലങ്ങും വീഴുകയാണ്. അങ്ങയോടത്ത് ഒരു ജീവിതം പങ്കിടാൻ ഈ കാക്കിക്കാരി അനുവദിക്കൂ എന്ന് ചേട്ടന്റെ മാത്രം ശ്രീലത. എന്തിനാ സർക്കിൾ ഇൻസ്പെക്ടർ സാറിനെ കാണണമെന്ന് പറഞ്ഞ്? സർക്കിൾ സാറിനല്ല, എനിക്കാ മല്ലിയേട്ടനെ കാണേണ്ടത്. എന്താ കാര്യം? നേരിട്ട് പറയാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ ഇതിലെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. വായിച്ച് ഇപ്പൊ തന്നെ മറുപടി തരണം. എന്റെ ജീവന്റെ ജീവനായ മല്ലിച്ചേട്ടൻ അറിയുന്നതിന് ചേട്ടന്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖവും കാക്കി ഡ്രസ്സും തുളഞ്ഞു കയറി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. ജീവിതമാകുന്ന വണ്ടിയിൽ ചേട്ടനോടൊപ്പം വളയം പിടിക്കാൻ ഈ കാക്കിക്കാരി അനുവദിക്കുമോ എന്ന് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു ലതയായി പടരാൻ ആഗ്രഹിക്കുന്ന ശ്രീലത. ആനപ്പുറത്ത് കയറണമെന്ന് അണ്ണാൻ ആഗ്രഹിക്കാം, പക്ഷെ അണ്ണാന്റെ പുറത്ത് കയറണമെന്ന് ആന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ ആരാ ആന? ആനയ്ക്കറിയില്ല ആനയുടെ വലുപ്പം. അപ്പൊ നമ്മുടെ വിവാഹം? എന്നെ വിവാഹം കഴിച്ചാൽ മേഡം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നടക്കില്ല. അതെന്താ? ഈ അടുത്ത കാലത്ത് ഞാനൊരു മാവിന്റെ മണ്ടന്ന് വീണു. അതിനുശേഷം സെൽഫ് എടുക്കാത്തൊരു ബെൻസ് ലോറിയുടെ അവസ്ഥയിലാണ് ഞാൻ. ഈ വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോലീസ് പെങ്ങളെ. എടാ ചാണ്ടി, എടാ നീ ഒന്ന് പറയാതെ പോവാണോ? അമ്മ ഞാൻ ലേല സിനിമയിലെ 4 ഡയലോഗ് പറയട്ടെ. പോകാതിരുന്നാൽ എങ്ങനെയാ? ഒരു കളന് അത്യാവശ്യം വേണ്ടത് സത്യസന്ധതയാ. ഞാൻ പീരു സാറിനോട് തിരിച്ചല്ലാന്ന് വാക്ക് കൊടുത്തിട്ട് വന്നേ. അതല്ലടാ കഴുതയെ ഞാൻ പറഞ്ഞത്. എടാ നിനക്ക് കുറച്ച് ദിവസം അകത്ത് കഴിയേണ്ടി വന്നാ ഞാനിവിടെ എന്തോ ചെയ്യും? ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയലോക്കത്തുനിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ തികയില്ല. ഇതാ ഞാൻ പറയുന്നത്. മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? കർത്താവ് പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ലാന്ന്. അത് വിവരമില്ലാത്ത കടക്കാരൻ കർത്താവ്. ഇത് സാക്ഷാൽ ദൈവം കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കള്ളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല. പറവകൾ മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെ. വിതയ്ക്കൊന്നുമില്ല, കൊയ്യൊന്നുമില്ല, ഇപ്പൊ എല്ലാം വെട്ടി നിരത്തല്ലേ. പിന്നെ എന്തോ എടുത്തിട്ട് കളപ്പുരയിൽ സൂക്ഷിക്കാനാ? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അമ്മേ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അന്നാന്നത്തേക്കുള്ള ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മച്ചി കൂടുതൽ ഉണ്ടാക്കിയാലേ എനിക്ക് ഉണ്ടാവും പോണ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല. നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാൻ എന്താ വല്ല ഇന്ദിരാവാസ് പത്രോ? എടാ നിന്റെ പെങ്ങള് ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്താ പറയാ? ഇല്ലാത്ത കുറ്റം ചുമച്ച് വല്ല സെൻട്രൽ ജയിലിലോ സബ് ജയിലിൽ അടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുന്നു. അതെന്താ? അവിടെ അടുത്താണ് പെൺവാണിഭ കേസിലെ മുൻ മന്ത്രിയുടെ വീട്. അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ വക്കീലൊന്ന് വിവരം അറിയിക്കട്ടാ. ഞാൻ വരെ ചക്കരമ. हमारे प्यारे आईजी साहब आज रिटायर होने वाले हैं। इस खुशी का अवसर पर आपको मनोरंजन के लिए इस जेल का ये कैदी मुन्ना एक मैजिक आइटम पेश करेंगे।
മാജിക് കാണിക്കാനുള്ള മൂടൊന്നും എനിക്കില്ല. നീ മാജിക് നടത്തുമെന്ന് കരുതിയാ സൂപ്പറിന്റെ ഈ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയത്. ഇവന്മാര് പറയുമ്പോ മാജിക് കാണിക്കാൻ ഞാൻ ആരാ? നീ മേജിക്ക് എടുത്തില്ലെങ്കിൽ ആ ദേഷ്യത്തിന് ഇവിടെ ഞങ്ങളെ തല്ലും. ഞങ്ങൾക്ക് വേണ്ടി നീ ചെല്ലും. मेरा प्यारे भाइयों, थोड़े समय के बाद हम फिर मिलेंगे. गुड बाय. आग लगाओ. ഭർത്താവ് ഇവനെ എരിഞ്ഞു പോയോ? अरे ये तो चमत्कार हो गया. My God, it's wonderful. बहुत अच्छा है. और एक आइटम. हमारे लिए प्लीज मुन्ना. ശരി ശരി, നിങ്ങൾക്ക് വേണ്ടി ഒരു ഐറ്റം ഞാൻ കാണിക്കാം. കൺകെട്ട് വിദ്യയിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ഐറ്റമാണ് മറിമായം. देखो मेरा अगला आइटम यह है. നിന്നെ പോലുള്ളൊരു സുരകവർഗത്തിന് പോലും അപമാനടാ കള്ളപ്പന്നി. अरे इस कुत्ते ने तो मेरे ऊपर पेशाब कर दिया रे. तेरे की പട്ടിമൂത്ര ആരോഗ്യത്തിന് നല്ലതാ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. अरे देखो पकड़ो. പിടിക്കാൻ പറ്റുന്നെ പിടിച്ചോ. अरे जल्दी. उसे छोड़ना मत, पकड़ो. यहाँ से कोई कुत्ता भाग गया. उस कुत्ते के गया बहुत समय हो गया. वो हरामजादा हम सबको बेवकूफ बना के चला गया. ഓടാ പുല്ലേ, ഈ മുന്നോട് വേണ്ട നിന്റെ കളിട്ടോ. ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെക്കുട്ടി കൊന്നോളി ഞാൻ. വിസിലടിക്കാൻ പാടില്ല അല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുമാരൊരു ഗതിയുടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാതിലോർക്ക്. ലക്ഷ്മി, വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛനെന്താ കൂർക്ക? എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. വാതിലോർക്ക്. ഓ, ഈ കുറ്റിയക്കാരാ കണ്ടുപിടിച്ചേ. മനസ്സിലാവില്ല. അച്ഛനമ്മ അറിഞ്ഞാ എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചോ, അവനെയും കൊല്ലും നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താ. വേണ്ട കുമാര. വേണം കുമാരി. കുറിച്ച് ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷനാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപ്പുരേന. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക, ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല.
ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെന്റെ കയ്യിൽ കിട്ടും. അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും. ഒന്ന് പെട്ടെന്ന് മാറി. ഒരു കള്ളൻ കയറി. ഇനി കള്ളനാന്നും പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണെന്നേ. പിന്നെ ഏത് വഴിക്ക് പോയി? എന്താ കുറിപ്പേട്ടാ? ഒരു കള്ളം വന്നു എന്ന് പറയണു. ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു. പിടിക്കോ? എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കടാ. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ പോയി നോക്കടാ. ചേട്ടാ ഇത് കയറാൻ. അപ്പൊ ഞാൻ കള്ളനെ ഒന്നും പറയണ്ട. ഇത് കയറാൻ അല്ല ചേട്ടാ, ഞാൻ എങ്ങോട്ടാ നീ എവിടെയെങ്കിലും പോ. മോളെ ലക്ഷ്മി, ആ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കണെന്ന് അറിയാൻ പറ്റില്ലേ? ആ ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായി ഇറങ്ങും. താടി തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. അല്ലാതെ നിന്റെ അപ്പൻ എന്താ എന്താ? അല്ലേടാ, ഞങ്ങൾ ആളറിയാതെ ഇവിടെ കള്ളൻ റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും. എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഒന്ന് പോയടാ. പോയേ പോടാ അവിടുന്ന്. വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ. എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങൾ ഡോക്ടർ നന്ദകുമാരെ കാലമാരാണ്. നിൽക്ക്. എന്ത് കാര്യം നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. സംസാരിക്കാൻ അങ്ങനെ ശബ്ദം വേണ്ടേ? നിങ്ങൾ കേൾക്കണം. സുപ്രസിദ്ധ നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠനെ തൊണ്ടയിൽ കിറ്റിക്കിറ്റായിട്ട് ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നത് 2 ആഴ്ച മുമ്പാ. തലമുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള എല്ലാ പാർട്സിന്റെയും എക്സ്റേയും സ്കാനിങ് എടുത്തിട്ടൊടുവിൽ ഇയാളുടെ മരുമകൻ മരമണ്ടൻ ഡോക്ടർ ശബ്ദമില്ലാണ്ടാക്കി. മിമിക്രി ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടി സംസാരിക്കുന്ന എന്റെ സഹോദരൻ ഇവിടെ പ്രതികാരത്തിനായി വന്നിട്ടുണ്ട്. വിളിക്കടാ മണിയേട്ടാ. ആ ഡോക്ടറെ പുറത്തേക്ക് ഇറക്കി വിട. കഴുതയുടെ മോനെ, കഴിവേരുടെ മോനെ. നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീ പോടാ അമ്മായിച്ചൻ കഴുതേ. പോലീസിനെ വിളിക്കടാ. പോലീസ് ഞങ്ങൾക്ക് പുല്ല. ധൈര്യം കൊണ്ട് വിളിക്കണം മരപ്പെട്ടി. ഓ ഇനിയിപ്പോ ആരെയാ ഒന്ന് വിളിക്കുക എന്റെ ഈശ്വരാ. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചിട്ട്? അയ്യോ വേണ്ട, കൊത്താൾ മതി. ഞാൻ ഇച്ചിരി ബോൾഡാക്കി പറഞ്ഞോളാം. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചാലും അവനെ പൊക്കിയെടുത്ത് ഇടിച്ചവന്റെ ബോന്തല ഷേപ്പ് ചെയ്യാൻ മാറ്റും. കേറി നേരത്തില ആശുപത്രി. നിൽക്ക് നിൽക്ക്. ഡോക്ടർ ഇവിടെ ഇല്ല. ഒരു മാസം കഴിഞ്ഞേ വരൂ. എവിടെ പോയി?
സൈലന്റ് വാലി പോയിരിക്കുക. അവന് തലയിലാക്കണ ആരും ഞാൻ ഏറ്റു. എപ്പോ കണ്ടാലും അപ്പം തട്ടും. കേറ വണ്ടിയില് താനെ വിളിക്കാം. എന്നെ തോൽപ്പിക്കാൻ നോക്കലട്ടാ. നിന്നെ ഞാന് എടാ ഓടല്ലേ, കാലില് കുപ്പിച്ചില്ലി കേറും. കാലിന് കുപ്പത്തില് കേറില്ല അമ്മച്ചേ. എടാ പൊട്ട, നിന്റെ കാലില് കുപ്പിച്ചില്ലി കേറുമ്പോ പറഞ്ഞു ചെകുത്താനെ. അമ്മച്ചിനെ കച്ചോൻ പട്ടി പറ്റി അമ്മച്ചിനെ തണ്ടപ്പതി. നീ ഒരിക്കലും നന്നാവില്ലട, കൊടുത്തു കേട്ടോനെ. എടാ അതൊന്നും വലിച്ചിടാതെ പോടാ പുറത്തേക്ക്. അമ്മച്ചിനെ കോഴി കമ്പൽ പറയാൻ പറ്റില്ല. എടാ വലിച്ചിടല്ലേ. നീണ്ട നോക്കി പേടിപ്പിക്കുന്ന കൊല്ലിനെ. നല്ല കൊല്ലി. നിന്നോടത് അരിയാനാ പറഞ്ഞത്, അല്ലാതെ വായിലിട്ട് അരയ്ക്കാനല്ല. അന്നെ ഞാൻ തേങ്ങ തെരഞ്ഞുകൊള്ളാം. എന്തോന്ന് തേങ്ങ തെരഞ്ഞുകൊള്ളാന്? അച്ചാമ്മ വരുന്ന വിവരം അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കണം, അല്ലെങ്കിൽ പരാതിയാവും. അതെ, ആലീസിന്റെ കളിയിലൊക്കെ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. എന്റെ ആങ്ങളമാരെയൊക്കെ അറിയിച്ചണ്ട. ഓ ഉണ്ട്. അച്ഛാ, ഇവന് ഈ തേങ്ങ മുഴുവൻ തിന്ന് തീർക്കും. തിന്നില്ലേ തിന്നില്ലേ പിന്നെ എന്തോടാ വഴക്കുണ്ടാക്കല്ലേടാ. നീ തേങ്ങ ചൊല്ലണ്ട, ഒന്നും ചൊല്ലണ്ട. പോയ അവിടുന്ന്. അച്ഛാ, അതാ അരവല്ലെന്ന് വെച്ചാൽ ഇടിച്ചു. എന്തുവാണ് അവിടെ കിടന്ന് കുഴിച്ചു മറിക്കുന്നേ? നിനക്കൊക്കെ ഞാൻ ശരിയാക്കി തരടാ. അതെ അല്ല ചേട്ടാ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴേ നമ്മുടെ കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു പുണ്യാളല്ലേ, നമ്മുടെ ഗീവറീസ് പുണ്യാളല്ലേ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ പുള്ളിക്കാരൻ വന്നിട്ട് പറയാ, മകനെ തോമ എഴുന്നേൽക്കൂ. ഈ വിളി കേട്ടപ്പോ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് പുള്ളി പറയാ, നമ്മുടെ തറവാട് പറമ്പിന്റെ നടുക്കെ 11.5 മീറ്റർ താഴ്ചയിൽ ഒരു കുടമിരിപ്പുണ്ട്. ആ കുടം നിറയെ ഗോൾഡാണ്, അത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ചേട്ടാ ഞാൻ ഇങ്ങനെ കുഴി കുത്തണത്. ഇതിനകത്തുണ്ട്. പിന്നെ അങ്ങനെ നിന്നെ മാത്രം വിളിച്ചോളത്തി പറഞ്ഞതിനാ? ഇവിടെ കൊള്ളാവുന്ന വേറെ എത്ര പേരുണ്ടാ? ഞാനും ദൈവങ്ങളും തമ്മിലുള്ള ഇരിപ്പുവശം എന്റെ മുസ്തഫക്കൊക്കെ അറിഞ്ഞുകൂടെ? എടാ തോമ, എന്തോ ഞാൻ ഇന്ന് എക്സസൈസ് എടുത്തിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ പകല് പറമ്പിൽ കളിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാ. അങ്ങനെ ഇപ്പൊ കളിക്കണ്ട. നീ മമ്മട്ടിക്കുന്നത് ഇതിപ്പോ ഞാൻ കളിച്ചോളൂ കേട്ടാ. എടാ മമ്മട്ടിങ്ങോട്ട് താടാ. വേണ്ട. എടാ ഇങ്ങോട്ട് താടാ. മര്യാദയ്ക്ക് കുഴി കുത്തോ? ആണോ കുത്ത്. അങ്ങോട്ടാ. ആ തൊപ്പി കിട്ടുക. കുത്ത്. അങ്ങനെ അങ്ങനെ മര്യാദയ്ക്ക് കുഴി കുത്ത്. കക്കൂസ് കുഴി കുത്തല്ല പറഞ്ഞത്. കുത്താണ് അവിടെ കുത്ത്. കുഴി വെട്ടണ കണ്ടാ തോന്നും കുഴി വെട്ടാരന്റെ മോനാന്ന്. അവിടെ കുത്ത്. അങ്ങനെ കുത്തിക്കോട്ടാ, കുത്തിക്കോട്ടാ. ചാവുമ്പോ ബാപ്പാടെ കുഴി വെട്ടാം. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇരുന്നോട്ടെ. വെള്ളം കാണുമ്പോ എന്നെ വിവരം അറിയിക്കണേ. വേണ്ട, മോൻ തന്നെ വിളിച്ചാ മതി. ഇപ്പോഴേ വലിയ വലിയ സ്മഗ്ലേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് മോൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഭാവിയിൽ മോൻ വലിയൊരു ഹാജി മസ്താനായി തീരണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. എനിക്കൊരു ബാരൂദ് ഇബ്രാഹിം ആയ മതി. ബാരൂതെങ്കിൽ ബാരൂദ്. മോൻ വിളിക്ക്. ஹலோ ஹலோ, யாரு முனியாண்டியா? நான் தங்க பைய லுட்டாப்பி பேசுறேன். உங்க ஆர்டர் சொல்லுங்க. மொபைல் போன் 1, டிவி 5, பிசி 10, கம்ப்யூட்டர் 5. எல்லாமே லேட்டஸ்ட் ஸ்டாக் வந்திருக்கு. நான் அனுப்புறேன். குட்ஸ் எல்லாம் அனுப்புறேன். உங்க பொண்டாட்டிக்கு சுகமா? எப்படி? ஓகே, நான் நிக்கிறேன். നീ ഇവിടെ നിന്നോ. അയ്യോ, അങ്ങനെ ഓടരുത്. ഞാനാ തെണ്ടി അല്ല ചാണ്ടി.
നീ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? പക്ഷെ പേടിച്ചില്ല. ലുട്ടാപ്പി ആർക്കാ ഫോൺ ചെയ്യണേ? ഓ, അതൊരു പാണ്ടിയാ ചാണ്ടി. പേര് മുനിയാണ്ടി, സ്ഥലം ഭൂതപ്പാണ്ടി. പണ്ട് വണ്ടിക്കച്ചവടമായിരുന്നു, ഇപ്പൊ ഹൂണ്ടിക്കച്ചവടവാ. മോനെ, മോൻ കാറ് ചെന്നിരുന്ന് സ്റ്റീരിയോ ഓൺ ചെയ്ത് തിരിടാന്ന കാസറ്റ് വെക്ക്. AC ഓൺ ചെയ്യാൻ മറക്കരുതേ. ഫോണിഞ്ഞ നീ എവിടെ പോയിട്ട് വരുന്നടാ ചാണ്ടി? ഇന്ന് നമ്മുടെ ദിവാകരന്റെ കല്യാണമായിരുന്നു തങ്കണ്ണ. ഞാൻ ഒളിച്ചിരുന്ന് കണ്ടു. എന്താ? എസ്ഐയും പോലീസുകാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങ് ഒളിച്ചിരുന്ന് കാണുന്നതല്ല അതിന്റെ ഒരു ബുദ്ധി. അത് ശരിയാ. അവിടുന്ന് ഒരു തുരുമ്പ് പോയാലും അവർ നിന്റെ പേരെ പറയും. അല്ലടാ ചാണ്ടി, നീ ഇങ്ങനെ തേങ്ങയും കൊപ്പറയും സവാളയും ക്യാബേജും ഉള്ളിയൊക്കെ മോഷിച്ച് കിടന്നാൽ മതിയോ? കാലാനുസൃതമായി മനുഷ്യൻ മാറണം. നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് തിരിയണം. ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മോഷ്ടിക്കുന്ന സാധനങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടണം. മനസ്സിലായില്ല? എടാ, പണ്ട് കായംകുളം കൊച്ചു വാഴക്കൊല മോഷ്ടിച്ചു. പക്ഷെ ഇന്നൊരു വാഴക്കൊല മോഷ്ടിച്ചാൽ എന്ത് വാഴക്കാ കിട്ടും? ഇപ്പൊ മനസ്സിലായി. ഞാൻ ഇന്ന് മുതൽ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് തിരിയാൻ പോയാണ്. മകളെ, വെരി ഗുഡ്. ലിസിക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞിട്ട് വേണം എന്റെ ഈ കളവിനൊക്കെ ഒന്ന് ബഹിഷ്കാരം വരുത്താൻ. നിന്റെ സഹോദരന്റെ ജോലിക്കാരി എന്തായി? മിക്കവാറും അവൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ശരിയാവും. ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കാം. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോ ഒരുപാട് സഹകരിക്കേണ്ടി വരുമല്ലോ. അതൊക്കെ അവള് സഹകരിച്ചോളൂ. എന്റെ അമ്മയുടെ എല്ലാം മോള് അവള് പോലെ തന്നെ. ചേട്ടാ, ഈ കല്ലില്ലാർ ഫോൺ അല്ലെ സെല്ലുലാർ ഫോൺ എന്തെങ്കിലും ഉണ്ട്? അതിന് പല വിലയുണ്ട്. എന്താ നിനക്ക് വേണോ? എനിക്ക് വേണ്ട, പറഞ്ഞ കൊടുക്കാൻ. ഇവിടെ കണ്ടിട്ട് നല്ല സാധന. മുനിയാണ്ടി ചോദിച്ച അതേ മോഡൽ. പിന്നെ എന്ത് വില വേണം? വിലയൊന്നും ഞാൻ പറയില്ല. ചേട്ടൻ സാധനം ചേട്ടൻ തന്നാ മതി. ലുട്ടാപ്പിക്ക് പരിപ്പോടെ വാങ്ങി 5000 രൂപ പോക്കറ്റ് ഇട്ടിട്ടുണ്ടാ. തക്കാലം വെച്ചോ. ഈ നിമിഷം മുതൽ ഞാൻ ഇലക്ട്രോണിക്സ് മകളിലേക്ക് തിരിയാണ്. എന്നെ അനുഗ്രഹിക്കും ഗുരു. എല്ലാ അനുഗ്രഹങ്ങളും. നല്ല മോഡൽ. എന്റെ ഇരിക്കുന്ന അതേ മോഡൽ. എടാ, ഭയങ്കര പ്രാവിന് വെച്ച വലേ ശ്രാവ് വീണു. ആളിറങ്ങാനുണ്ട്. അല്ല, എന്നാന്നേ ആള് കയറാനുണ്ട്. നമ്മുടെ കോട്ടയം ഗോപാലനല്ലേ അത്? മൂപ്പര് കേറിയ കുറച്ച് നാടക വർത്താനങ്ങൾ കേൾക്കാം. വേലായുധ, നീ ഒന്ന് അടുപ്പിച്ചേ. വലിയച്ഛ കൈ തന്നെ ഏറിക്കോട്ടെ. ഇവിടെ കുമരേട്ട മുറുക്കാൻ. അല്ല ഗോപാല, ഇക്കൊല്ലം ഏതാ പുതിയ നാടകം? അതൊക്കെ പവിത്രം വന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് പൂജയാ. കൃത്യം 9 മണിക്ക് സ്ക്രിപ്റ്റുമായിട്ട് പവിത്രം വരും. അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പേരെന്നതാന്നും കഥ എന്താന്ന്. അല്ല, പവിത്രൻ ഏതോ സിനിമയ്ക്ക് കഥ എഴുതാൻ പോണെന്ന് കേട്ടു. ഇനിയിപ്പോ നാടകത്തിനൊക്കെ അവന് കിട്ടുവോ? പവിത്രന് അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാരും പറഞ്ഞതാ പവിത്രന് ജയഭാരതി ടീച്ചേഴ്സിന് കിട്ടത്തില്ലെന്ന്. എന്നിട്ട് എന്നായി? അതിനുശേഷം ജയഭാരതി ടീച്ചേഴ്സ് പവിത്രനെ 2 നാടകം കളിച്ചില്ലേ? അവനിപ്പോ വെറും പവിത്രൻ എന്നല്ല അറിയപ്പെടുന്നേ, ഷേക്സ്പിയർ പവിത്രൻ എന്നാ അറിയപ്പെടുന്നേ. ഷേക്സ്പിയർ പോക്രിത്തരം. നാട്ടിൽ അത് നടന്നു ഇത് നടന്നു എന്നൊക്കെ പറഞ്ഞ നുണക്കഥകള്. അതിനൊക്കെ അവാർഡ് കൊടുക്കാൻ കുറെ ആൾക്കാര്. മോളുവിന്റെ ഭാര്യ നന്നായുള്ളൂ, അങ്ങനെ തന്നെ വേണം. മോൾ അനുഭവിച്ചു കേട്ടാ. അച്ചോ, ഇവൻ ആരും കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ? എന്നാണ് നമ്മുടെ സുബൈറിന്റെ ഭാര്യ കുളിക്കുന്ന ഇന്ന് വരെ ഇവിടെ ആരും കണ്ടിട്ടില്ല. ഇവനെല്ലാം ഒളിച്ചിരുന്ന് കണ്ടുപിടിച്ചേ. സോമോ, നിന്റെ വിടക്ക് സ്വഭാവമൊക്കെ മാറ്റിച്ചു ഇവിടെ നന്നായി പോറ്റാന്നു. അല്ലെങ്കിൽ നിന്റെ ജീവിതം എടുത്തും പവിത്രൻ ഏതെങ്കിലും നാടകത്തിൽ കോമഡി സീൻ ഉണ്ടാക്കുവേ. ഗോപാലൻ പറഞ്ഞത് നേരാ. നാട്ടിൽ നടക്കണ പച്ചയായ കാര്യങ്ങളാ ആ ചെക്കൻ നാടകത്തിലൂടെ പറയണം. അതുകൊണ്ട് തന്നെയാ അവാർഡൊക്കെ അവന് തന്നെ കിട്ടണത്. നീ എന്നടാ സോമ ഉന്നിരിക്കുന്നേ? നീ ആ കുഞ്ഞിനോടൊന്ന് മിണ്ടിഞ്ഞോണ്ടിരിക്കടാ. അപ്പൊ പതിവ് പോലെ നന്ദന മോളത്തിൽ ജയഭാരതി ടീച്ചേഴ്സിന്റെ ആദ്യ കളി എല്ലാരും ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. അടുത്തോട്ടെ, എല്ലാരും നേരത്തെ വരണേ. പൂജയൊക്കെ നന്നായി നടക്കട്ടെ. സന്തോഷം. ഓനെ സോമ, നിനക്കൊരു പെൺകുട്ടി ജനിക്കട്ടാ. നിന്റെ സ്വഭാവം വരാതിരിക്കാനാ. മുത്തശ്ശ, മുത്തശ്ശ, സോറി. ഓക്കെ, മുത്തച്ഛന്റെ മുറി അതായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഈ മുറി കൊടുക്കാനല്ലടാ ഞാൻ നിന്നോട് പറഞ്ഞത്. ആകെ ചളവായി. കണ്ടോ സാറേ? ഇത്തിരി എന്ത് കണ്ടോന്ന്? അല്ല, നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. അറേഞ്ച്മെന്റ്സ് ഒന്നും കുഴപ്പമില്ല. നീ ഇവിടെ കടന്ന് കൂടുതൽ അറേഞ്ച് ചെയ്യാതെ താഴേക്ക് പോ. ഈ അറേഞ്ച്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ? തൊഴുത്തിൽ ചാണകം വാരിയിട്ടില്ല, പോയി വാര്. പോയി വാരേ.
എന്തൊരു കഷ്ടം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പഷ്ണിത്തോട് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അതിഗംഭീരമായ സ്വീകരണം നൽകുന്നതാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ MKS വാര്യർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സമ്മേളനാനന്തരം പഷ്ണിത്തോട് പ്രതിഭാ തിയേറ്റേഴ്സിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്തിന്റെ മകൻ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചു കൊള്ളുന്നു. മതി മതി മതി, ഇനി പാട്ട് നോക്കാം. അയ്യേ, നാടകം തുടങ്ങുന്നതിന് പോയിക്കാനുള്ള പാട്ടാ. ഒരു പണി ഞാൻ അനൗൺസ് ചെയ്യാം. മാത്രം തൊണ്ടക്ക് അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. നിന്റെ 2 കൈ കൊണ്ട് എന്നെ കഴിച്ചു അമർത്തി പിടിക്കേ, എന്നെ കുഴപ്പമില്ല പിടിക്കേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പഷ്ണിത്തോട് പ്രതിഭാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു. കഴുത്തെന്ന് പറ, ശ്വാസം മുട്ടുന്നു. മോനെ പാപ്പി, പാപ്പി നിക്കണ വരെ ദൂറുകളെ, നിങ്ങൾ എങ്ങോട്ടാ കാലത്തെ തന്നെ നാടകത്തിന്റെ അനൗൺസ്മെന്റ്. കഷ്ടപ്പെട്ട് പുല്ലരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു നാടകം. അല്ല, പാപ്പച്ചൻ പറഞ്ഞിട്ടാ ഇപ്പൊ പോടാ. സുന്ദരേശനാ? സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ട. എനിക്ക് തരണ്ട. എടാ, നാടകം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണമെങ്കിൽ ദൈവട് വിചാരിക്കണം. എന്റെ ഭാര്യ കൊണ്ടേ തീറ്റിക്കടാ. അമ്മച്ചി, ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാർ എന്നെ കൊണ്ട് പുല്ല് തീറ്റി. മര്യാദക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ. അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധം ഇല്ല. നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവും ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ അമ്മച്ചി, അതേ സ്വഭാവം. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താനമേന്തിയ പുരാണ കന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ. എ ലവ് സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്കന്ദൻ. പാപ്പച്ചന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്ദൻ ആൻഡ് ശകുന്തള. ദുഷ്യന്തന്റെ മകൻ അല്ലല്ലോ, ദുഷ്കന്ദൻ, സൺ ഓഫ് ദുഷ്കന്ദൻ. പാപ്പച്ചൻ സൺ ദുഷ്യന്തൻ. വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പ, ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാലിക്കിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് നോട്ടീസുകൾ എന്താ? ഒരാവശ്യമില്ലേ? എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ? നാടകത്തിന് ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ. ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. വിട്ടോ. നമ്മുടെ പഞ്ചായത്തിന്റെ അന്നിലുണ്ണിയായ പഷ്ണിത്തോട് പാപ്പച്ചൻ അവതരിപ്പിക്കുന്നു മകൻ രാജാവിനോട് കുതിര പുറത്തു പോണ മാതിരി അവിടെ കളിക്കില്ലാട്ടാ. അമ്മേ, അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ ഞാൻ വിടില്ല. അങ്ങനെയാലും പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുപോയെ. അയ്യോ, നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇതിന് വല്ല ഇറച്ചി വെട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ. മാറ്റുന്നില്ലല്ലോ. നീട്ടിയടി. ആരാടത്? എന്തു നടന്നത്? ഫാക്ടറിയാ? വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് നിന്റെ അമ്മൂമ്മയുടെ സൈറ മുഴുക്കല് ചൂലേ. എന്നാ പിന്നെ ലോറി എടുത്ത് മാറ്റാൻ പറയടാ പുല്ലേ. ഞാൻ ആരാണെന്ന് അറിയാൻ അരപ്പേ. നീ ഏത് മരക്കഴുതിയാലും എനിക്കെന്താ കോപ്പൻ. ആഹാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ പട്ടി. നാട്ടുകാര് കാണൂടാ തെണ്ടി. എന്റെ അമ്മോ വിട്ടോ.
ഓഹോ നമ്പർ ഇല്ലല്ലേ? നിന്നെ ഞാൻ പൊക്കടാ മരപ്പട്ടി. വണ്ടി വിളക്കടാ, വണ്ടി വിളക്കടി. എടാ വണ്ടി നിർത്ത, ഇല്ലേ പുലിവലാകും. പോലീസുകാരനെ ഇടിച്ചത്. അതുകൊണ്ടാ നിർത്താത്തത്. നിർത്തിയ എല്ല് പോലും മിച്ചം കിട്ടൂല. ആ കാറിനെ ഫോളോ ചെയ്യും. പൊയ്ക്കോട്ടെ. 23.5 മണിക്കൂറിനകം അവന്മാരെ പൊക്കിയില്ലെങ്കിൽ ഞാൻ ഇടിയൻ വിക്രമനല്ല. ഞാൻ പോട്ടെ സാർ. ഞാൻ കൂടെ വരട്ടെ. പോടോ. വിക്രമൻ എത്തിയില്ല സാർ. ഇയാളിത് എവിടെ പോയി കിടക്കാ? ദേ എത്തി സാർ. ഇതെന്താണോ പോലീസ് സ്റ്റേഷനിൽ ഉടുപ്പി പോട്ടല്ലോ? തോന്നുമ്പോ കയറി വരാൻ ഇറങ്ങി പോവാനും. അയ്യോ സാർ, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. ഒരു മാരുതി കാർ എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. അയ്യോ വല്ല ഒടിവോ ചതവോ? ഒടിവില്ല, ചതയില്ലാത്തോണ്ട് ചതഞ്ഞതുമില്ല. കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ലേ? നമ്പർ ഇല്ലാത്ത കാറായിരുന്നു സാർ, ഒരു ഫോറിൻ കാർ. മാരുതി കാർന്നല്ലേ താൻ നേരത്തെ പറഞ്ഞത്? അതെ സാർ, പക്ഷെ അതിന്റെ നമ്പർ പ്ലേറ്റിൽ ഫോറിൻ എന്ന് എഴുതിയിരുന്നു. ഓ കഴുതേ, അത് ഫോർ രജിസ്ട്രേഷൻ. സാർ സാറിന് ചീത്ത വിളിച്ചതും ഒരു നമ്പർ ഇല്ലാത്ത കാറി വന്നവന്മാരല്ലേ? അതെ, ഒരു നമ്പർ ഇല്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി 2 നമ്പർ 1 തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ ഇപ്പൊ തന്നെ നോക്കണം. ഹറിയപ്പ്. കറിയുപ്പോ? കറിയുപ്പ് അല്ലടോ, ഹറിയപ്പ്. ഒന്ന് വേഗം വരാൻ. കമോൺ. ഹലോ, ഒരു കൊറിയർ ഉണ്ട്. ഹലോ, ഒരു നമസ്കാരമുണ്ട്. ഒരു കൊറിയർ ഉണ്ടെന്ന്. ആ നമസ്കാരമുണ്ടെന്ന്. ഇതല്ലേ ബദലഹേം എസ്റ്റേറ്റ്? പുറത്ത് ബോർഡ് വെച്ചിരിക്കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. ഇതിനെ ബദലഹേം എസ്റ്റേറ്റ് നല്ല പേരിടുണ്ട്. വല്ല ഗാഗുൽത്താമലാന്ന് കേട്ടണം. എന്തൊരു കേറ്റോടോ, മനുഷ്യന്റെ ഊപ്പാടളി. ഒരുപാട് അളിയോ? തന്നെ ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? പിന്നെ ഈ കൊറിയർ അവിടെ നിന്ന് നടന്നു വരൂ. ആരേ രവിശങ്കർ? അയാൾ മോനായി. പണ്ട് മോളായിരുന്ന? എടോ, എന്റെ അച്ഛന് മോനായി, അപ്പൊ ഞാൻ മോനായി. വെരി ഗുഡ്. ഞാൻ ഈ രവിശങ്കർ ആരാന്ന് ചോദിച്ചത്. താൻ ആദ്യം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, പിന്നല്ലേ രവിശങ്കർ. അതെനിക്ക് മനസ്സിലായി. ആ ചായക്കടക്കാരൻ ചെക്കൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു കരിമന്തി ഇവിടുത്തെ കാര്യസ്ഥനം. കരിമന്തി ആ ചായക്കടക്കാരന്റെ തന്തയാ. അപ്പൊ നിങ്ങളുടെ മോനാ ചെക്കൻ? എടോ കൊറിയേ, അയാൾ മോനായി. മാനേജർ ഓഫ് ബദലഹം എസ്റ്റേറ്റ്. എന്ത് വാഴക്കാലം കേട്ടെ. ഇതങ്ങോട്ട് ഒപ്പിട്ട് ഈ സാധനം വാങ്ങിക്കും. എന്തത്? ഇതങ്ങനെ ഇവിടെ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ലേ? അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ. അതിനെ എനിക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. എടോ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നി സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നി സാറും തമ്മിൽ കേട്ടതൊക്കെയാലും ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് വരുന്ന പാർസൽ മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനകത്ത് വല്ല ബോംബാണെങ്കിലോ? ബോംബാണെങ്കിൽ പൊട്ടുമറിയാലോ. നിന്റെ ചേട്ടത്തിനെ പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ, ഞാൻ പൊട്ടിച്ചാന്ന്. ഇതെന്ത് പൂച്ചാറിയണേ? കരണേട്ടാ, അപ്പൊ ചത്തിട്ടില്ല. ഞാനാ വളവിലെ കട്ടറിൽ വേണപ്പോ ചത്തെന്ന് വിചാരിച്ചേ. എന്താ മോനെ, ആരാ ഇയാള്? സാറ് ഇയാൾ കാലത്തന്നെ വന്നെന്തോ ചോറിയാണ് കൊറിയാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താ ചുറ്റിക്കളി കേസാ? എന്താടോ? സാർ, ഐ ആം ഫ്രം ഡയാന കൊറിയേഴ്സ്. ഒരുപാട് ദൂരം യാത്രയാണ് സാർ ഞാൻ വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയയിൽ സർവീസ് ഇല്ല. ഇത് സോണൽ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കും അവിടെ നിന്ന് സബ് ഓഫീസിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്ന കേസാണ് സാർ. ഈ പൂച്ചക്കുട്ടി ജീവനോട് എത്തിക്കണമെന്ന്. ഐ ഗോഡ് ഗ്രേസ് ഇതിനോട് എത്തിക്കണം സാർ. ഇതാർക്കാ? മിസ്റ്റർ രവിശങ്കറിന്. മോനായി പറഞ്ഞു കേക്ക്. രവി സാറിന് പട്ടിയുടെ രൂപത്തിലും പൂച്ചയുടെ രൂപത്തിലും ഓരോ സാധനങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കേണ്ട അവസാനം പുലിവാലാവും. ഇതെങ്ങനെയാ പുലിപാലാവുന്നത്? ഇത് പൂച്ചപാലല്ലേ? ഇത് ഞാൻ പിടിച്ചോളാം. ആരെടുത്ത് ചോദിച്ചിട്ടായി ഗൗൺ എടുത്തിട്ട്? ഇന്നലെ രാത്രി തണുപ്പുണ്ടായി ചെറിയ സംശയം, അതുകൊണ്ട് എടുത്തിട്ടാ. നീ അയാൾക്ക് ഒരു 100. ഓക്കെ, 150. ഇല നക്കിപ്പട്ടിയുടെ കിരുനക്കല്ലേട്ടാ. ഇലയിലും എല്ലാം നക്കാണ്ടായിട്ട് വേണ്ട നിന്റെ കിരി നക്കാൻ. അയ്യോ, പാപ്പഞ്ചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്. നോക്കിയേ, മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? ഇതെന്തിനാ എനിക്ക്? ഉണ്ട് തേച്ചോടാ, ഇതെന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും. പൊക്കോ.
ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരെ തന്നെ അള്ള, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടി ഇല്ല. എന്റെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. പാപ്പച്ചൻ പാവാടാ. ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ? എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. സുന്ദര താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ. ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. നീ മിണ്ടരുത്, മിണ്ടരുത്. എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ പത്രത്തിൽ ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിറ്റ കാര്യം ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണം തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ കേക്കും. യവൻ കലാകാരനാ. കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് യവന്മാരുടെ അടുത്തെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ. പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീട്ടിൽ പോടാ. Our honorable chief guest Colonel P.A. Menon and Mrs. Menon have come. എന്താണ് ഇത്? ഇവള് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്താ സംഭവം? കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ് കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് പാട്ടുകള്, ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്. മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? പിന്നെ പാട്ട് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ഈവൻ മുത്തശ്ശിക്കും വരെ പങ്കെടുക്കാം. ഓക്കെ, രണ്ടുപേരും ഒരു ഡ്യുവറ്റ് പാർട്ടി ഡാൻസ് ചെയ്യൂ. പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ വക തന്നെ ആവട്ടെ. ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് വേണോ? 1000 rupees വേണം. അത് നീയാണ് നിശ്ചയിക്കുന്നത്. അല്ല, ഞാനൊരു സജഷൻ പറഞ്ഞു. വേണ്ട, രണ്ടുപേരും കൂടെ വഴക്കൂടണ്ട. 1000 rupees എങ്കിൽ 1000 rupees. അതെ, ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്നത് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? ഒരു കർട്ടൻ റൈസർ പോലെ മോനായിയുടെ ചെറിയ. അതെ, എന്റെ ഒരു ചെറിയ റൈസർ. പക്ഷെ രവി സാറിനെ സഹായിക്കണേ. ഓക്കെ, ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു പാവമെലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ഈ എലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ. തുടങ്ങാം. റെഡി സാർ? റെഡി. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ, അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാര തെണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. കലക്കി. താങ്ക് യു.
ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ വരൂ. അല്ല മോനായി ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട് എനിക്ക് മനസ്സിലായി സാറുമാരുടെ ഐഡിയ. മറ്റേ കാസറ്റിൽ പാടിയ പാട്ട്. എന്താ നിങ്ങൾക്കാർക്കും പാട്ടറിയില്ല? അപർണ പാടുന്നു. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ഹിന്ദി പറ്റില്ല, ഹിന്ദി പറ്റില്ല. ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല. മലയാളം? മലയാളം മാത്രമല്ല നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ടും ആവരുത്. അതെങ്ങനെയാ? ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന് നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിന്റെ ആദ്യത്തെ 4 വരി രവി പാട്. അതിന്റെ ബാക്കി പാടുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും പക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇതിന്റെ ബാക്കി പാട്. ഈ പാട്ടിന്റെ ബാക്കി അറിയാവുന്നവരാരോ ഈ കൂട്ടത്തിലുണ്ട്? കമാൺ. നല്ല പാട്ട്, ബാക്കിയും കൂടെ പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. അറിയില്ല. ബാക്കി രവി തന്നെ പാട്. ബാക്കി എനിക്കും അറിയില്ല മുത്തശ്ശ. കള്ളം, പച്ച കള്ളം. ഈ പാട്ട് ഇവരുടെ ഔട്ട് ഹൗസ് ചെയ്ത് ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രവിയെന്ന് അറിയാം, ചുമ്മാ നമ്പരാ. മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വരാം. എന്നിട്ട് വന്നിട്ട് ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അത് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. അസൂയ അസൂയ അസൂയ. ഒരാഴ്ച കൂടെ പന്നീനെ കുറിച്ച് ഞാൻ പൂച്ചയ്ക്ക് വെച്ചത് മോനായിക്കൊണ്ട്. മോനായിടാ. ആടി തൊഴിക്കൽ അതിന് പിടിയടി. അതിനൊന്ന് പിടിക്കടി മോളെ. എന്റെ അമ്മച്ചിനെയും പിടിച്ചല്ലേ അതും ചാടും. മിണ്ടാതെ വണ്ടി തല്ലി മനുഷ്യ. അങ്ങനെ പോയത്. എന്റെ കുട്ടപ്പായച്ചായ വന്നടാ. കട്ടപ്പനാലും കുട്ടപ്പായച്ചായാലും മെലികുച്ചാലി വന്നു കൊറേ ആരും കൂടെ കൊഞ്ചി കളിക്കാതെ നല്ലെടുത്ത് കുമ്പളിങ്ങ എന്റെ ഈശോയെ, എന്താണ് കുട്ടപ്പ ഈ ആട് കോഴിയൊക്കെ? ഞങ്ങളെ അതെ കുടുംബമായിട്ട് പോന്നപ്പോ ഇങ്ങളെയും കൊണ്ട് കൊണ്ടുവന്നു. അവിടെ നിർത്തലാരപ്പച്ചക്ക് തീറ്റ കൊടുക്കാൻ. എന്റെ ദൈവമേ, എന്റെ നാത്തോന് ക്ഷീണാണല്ലോ. അതെന്നാ പറ്റി? കൊയ്ത്ത് കഴിഞ്ഞതല്ലേ, പിന്നെ ക്ഷീണം. ഞാനൊന്നും ചെയ്തില്ല. ആദ്യം നിങ്ങൾ ഊനാലാത്തിനെ കണ്ട. എടാ മോനെ, അതിനെ ഉപദ്രവിക്കില്ലടാ. അത് നിന്നെപ്പോൾ തന്നെ ഒരു മൃഗല്ലേ. മൃഗം നിന്റെ പച്ച. എന്ത് ആടി നോക്കി നിൽക്കണം. അത് ആകത്തുള്ളു വെച്ച് അച്ചാമ്മയെ പിള്ളേർക്ക് വലിയ ജീവനാ. എല്ലാരും കൂടെ വരണ്ടാന്ന് പറഞ്ഞ സമ്മതിക്കണ്ടായോ? മൂത്തവൾക്ക് ഏലപ്പാറയിൽ നിന്നും ഇടുക്കി നിന്നും ഓരോരോ ആലോചന വന്നു. ഇതിലേത് വേണമെന്നുള്ളത് നമുക്ക് കൂട് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അച്ചാമ്മേ, എടാ എടാ, അതിനെ ജീവനോട് കൂടി എനിക്ക് തിരിച്ചു കിട്ടുവോ? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ആരുടെ പൊക്കലെന്നോന്ന് നോക്കിയതാ. പിന്നെ എന്തിനാ ആട് കരഞ്ഞത്? അപ്പൊ പിന്നെ പൊക്കൽ കാണാണ്ടായപ്പോ ഞാൻ ആടിന്റെ വയറ്റിലെ രോമം പറ്റിട്ടു. രോമം കണ്ട
എക്സ്ക്യൂസ് മീ, യെസ്. ഞാൻ മയൂര ബാങ്കിൽ നിന്ന് ഒരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു. അതിന്റെ വെരിഫിക്കേഷൻ വേണ്ടി വന്നതാ. ലോണോ? ശ്രീദേവി മെറ്റൽസിന്റെ ഓഫീസ് തന്നെ. അതാണ്. ഒന്ന് നിന്നേ. മിസ്റ്റർ അനന്തപത്മനാഭൻ. ഏത് അനന്തപത്മനാഭൻ? മെറ്റൽ ഇൻഡസ്ട്രീസ് അല്ലേ? എന്നൊക്കെ പറയും, പക്ഷെ എനിക്കൊന്നും വരെ തോന്നിയിട്ടില്ല. അതിന്റെ പ്രൊപ്പറേറ്റർ അനന്തപത്മനാഭൻ. ഓഹോ, നമ്മുടെ അനന്തു. അവൻ 50 ലക്ഷം രൂപയുടെ ഓർഡർ കിട്ടിയിട്ട് ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കാണെന്ന് ആര് വന്നാലും എന്നോട് പറയാൻ പറഞ്ഞേക്കണേ. പക്ഷെ ഞാനതെങ്ങനെ ചേട്ടനോട് പറയും? കടക്കാരെ പേടിച്ച് മുങ്ങിയിരിക്കണം അവൻ. നേരെ ചോൻ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായെന്ന് ചേട്ടൻ അറിയാമോ? ആട്ടെ, ചേട്ടൻ എത്ര തരാണ്ട്? അല്ല, ഞാൻ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. ബാങ്കിൽ നിന്ന് ഒരു ലോണിന്. അതെ, ഒരുപാട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാണ്ട് അവൻ തെണ്ടി തിരിഞ്ഞ് കിടക്കാ. ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആള് എപ്പോഴാ വരാന്ന് ആർക്കും അറിയില്ല. ആരെങ്കിലും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ. കാശ് കിട്ടിയ കടങ്ങളെല്ലാം നമുക്ക് കിട്ടാം. അപ്പോ ഇമ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? എന്ത് ചരക്കുകളെ? ചരക്കുകള് ലുണാമി നിന്നോ നാളെ എത്തുന്നു പറയുന്നു. കൂടാതെ കണ്ട് ഇന്ന് അവരൊരു ചരക്കിന് ഞാൻ കണ്ടിട്ടില്ല. പേരിനൊരു ചരക്ക് വിടണേ അതിനെ വിറ്റ് ഞാൻ കാശ് മേടിച്ചേനെ. സൈറ്റ് എവിടെയാ? എന്ത് പണി നടക്കുന്ന സ്ഥലം? ചരക്കുകളിൽ പണി നടക്കൂ, അതിനിവിടെ ചരക്കുകളില്ല. കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞ സന്തോഷം. എന്നെ കൊണ്ട് ഇത്രയെല്ലാം ചെയ്യാൻ പറ്റൂ. മിസ്റ്റർ അനന്തപത്മനാഭൻ വരുമ്പോ ബാങ്കിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നിരുന്നു. ശരി. ലോൺ ചരക്കുകൾ എത്ര വേണമെങ്കിലും. ലോണിന്റെ ആളായിരുന്നു നീ. എന്നെ നശിപ്പിച്ച അടങ്ങുമല്ലേ? ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ച ആ ബാങ്ക് ലോൺ ശരിയാക്കിയെന്നറിയോ? വീടും പറമ്പും പണയം വെച്ച ഈ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇതും കൂടെ പൊളഞ്ഞ വിധിയാന്ന് കരുതുക. ഒറ്റ ചവിട്ട് വെച്ചാണല്ലോ. പറയണ കേട്ടോന്ന് ഞാൻ നിന്നെ ചതിച്ചു. അയാൾക്ക് ഞാൻ ബാങ്കിലെ മാനേജറാണ്, ലോണിന്റെ കാര്യത്തിന് വന്നെന്ന് എന്നോട് പറഞ്ഞെന്താ? ഈശ്വര, ഇങ്ങനെ ഒരു കഴുതിയാണല്ലോ ഞാൻ എന്റെ പ്യൂണായിട്ട് വെച്ചിരിക്കുന്നത്. അതെ, ഞാൻ കഴുതിയാണ്. എനിക്ക് എന്റെ ശമ്പളം കിട്ടണം. ഞാൻ പിരിഞ്ഞു നോക്കോളാം. കഴിഞ്ഞ 5 വർഷമായിട്ട് ശമ്പള പൈസ 10 രൂപ പോലും എനിക്ക് തന്നിട്ടില്ലല്ലോ. എനിക്ക് എന്റെ ശമ്പളം എപ്പോ തരുന്നത് ആ നിമിഷം ഞാൻ ഈ പടി ഇറങ്ങിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തി പടി ഇറങ്ങേണ്ടി വരില്ല. എന്തോ ഫണ്ട്സ് വരട്ടെ പരമാ. ഫണ്ട്സ് വരാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അനന്തു. എനിക്ക് വിസയ്ക്കുള്ള ബാക്കി കാശ് കിട്ടിയാണ് വിസക്കാരന് കൊടുക്കാൻ. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ. ഓരോരുത്തർ ഡീൽ ചെയ്യാൻ ഓരോ പ്രത്യേക സ്റ്റൈലുണ്ട്. കടക്കാര് വരുമ്പോ പഞ്ഞമാണ്, കടമാണ്, ദാരിദ്ര്യമാണ് എന്നെല്ലാം നീയല്ല എന്നോട് പറയാൻ പറഞ്ഞേക്കണേ. എന്ന് കരുതി ബാങ്ക് ലോൺ തരാൻ വരുന്ന ഓഫീസറോട് അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ബാങ്കിൽ ഓഫീസർ ബോർഡൊന്നും എഴുതി ഒട്ടിച്ച് വരുന്നില്ലല്ലോ. ഇത്ര രാവിലെ ബാങ്കിൽ ആളങ്ങോട്ട് കെട്ടിയിരിക്കുന്നു എനിക്കറിയോ. അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. വെളുപ്പാങ്കാലത്തും പാതിരാത്രിയിലും ഒക്കെ വരും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ. നീ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്ക് പരമാ. ഞാൻ ഇനി ഒരു 3:30 ഉണരാടാ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കാം. ആ ജനറൽ മാനേജർ ഒന്ന് കണ്ട് കാല് പിടിച്ച് നോക്കട്ടെ. നിനക്ക് ഞാൻ ജനറൽ വാർഡിൽ ഒരു റൂം ബുക്ക് ചെയ്തേക്കാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. എവിടെ നിന്നു വന്നു നീ, എവിടേക്കു പോന്നു നീ? എന്താ വല്ല ഫേസ് കട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആഹാ, നിന്റെ അതേ മുഖച്ചായ. ഇതിപ്പോ എവിടെ നിന്ന് ചാടി? നിനക്കൊരു ഐഡിയ ഇല്ല? അയച്ചാളുടെ പ്രൊമോട്ടേഴ്സ് പെട്ടിപ്പുറത്തുണ്ടാവുമല്ലോ. പെട്ടിപ്പുറത്ത് ഒരു പട്ടി അടിച്ചെടുത്തുണ്ട് പോയി. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം, എന്നാലേ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. നീ ടെൻഷൻ അടിക്കാടാ. ആരെങ്കിലും ഫൂളാക്കാൻ ചെയ്താവും. സാർ, ഈ മെയ് മാസത്തിൽ ഏപ്രിൽ ഫുൾ ഉണ്ടോ? ഏയ്, ഏപ്രിൽ ഫൂളിന് ജൂൺ മാസത്തിലല്ലേ ഉള്ളൂ. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കടാ. ഈ പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്യலாம். താങ്ക്സ്. ചങ്കുവേ, സത്യം പറ, വല്ല റൊമാൻറ്റിക് ലൈനും ആണോ? വല്ല ദൂതും? ഹംസത്തിന് പകരം പൂച്ചദൂത്. പിന്നെ ഹംസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച. ഉച്ചയ്ക്ക് തിന്നാൻ ചിക്കൻ വേണമെങ്കിൽ പോയി മേടിച്ചോണ്ട് വരണം. ശകുന്തള വന്നേ, നമ്മുടെ ശകുന്തള വന്നേ, പാപ്പച്ച ശകുന്തള വന്നേ. അമ്മ, എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദര്യക്ക് അമ്മ ആപ്പിള് വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദര്യ, ഞാൻ കാത്തിരിക്കാനും മോളെ. നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ, പതുക്കെ ഇറങ്ങണേ.
മോള് ഇവിടെ കുത്തിരി. അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരി. ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നമുക്ക് വാങ്ങിക്കണ്ട. അയ്യോ ചായ വേണ്ട, ചവു പാലേ കുടിക്കത്തുള്ളൂ. 2 ഗ്ലാസ് പാലെടുക്ക്, അല്ലെങ്കിൽ വേണ്ട 3 ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ, ഇത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവനിട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യം മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ എന്റെ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന്റെ ഉപകാരമില്ല എന്ന് പേർക്കുണ്ട്. ആ ബോർഡ് വിലയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്ക കണക്ക് എഴുതി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളായിട്ട് സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക്. പാലെടുത്ത് കുടിക്കേ. കേടാ കുമാര വായി നോക്കി കണ്ട പ്ലേറ്റ് ആക്കി 2 പയർത്ത് കൊടുക്കേ. ചക്രവർത്തി കുമാര അച്ചായൻ വല്ലാതെ ക്ഷീണിച്ചു. ഏയ് അതെ, ഒരുപാട് നാൾ കൂടി എന്നെ കണ്ടതുകൊണ്ടാ. ഒന്നുമല്ല. അതെ, ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. അച്ചായനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോളാം. അതും വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കുടുംബത്തിന് വേണ്ടി ഒരു ആയുസിന്റെ മുഴുവൻ കഷ്ടപ്പാടും അച്ചാമ്മ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചു നാള് അച്ചായന്റെ അച്ചാമ്മ കുട്ടിയായിട്ട് ഇവിടെ കഴിഞ്ഞാ മതി. എന്താടാ അമ്മച്ചി ഈ അച്ചായനില്ലേ സൂത്രം മൂത്തരം വേണ്ടാട്ടാ. അമ്മച്ചി ഈ അച്ചായനില്ലേ നമ്മളെ അച്ചാമച്ചാച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പോ പോവാ. ഇവിടെ നടന്ന സംഭവം എല്ലാം ഞാൻ എന്റെ കൂട്ടുകാരോട് പറയും. അയ്യോ എന്തെങ്കിലും കാണിക്കുന്നത് വാതിലടച്ചിട്ട് കാണിക്കടാ. അയ്യോ, ഇവൻ ശരിക്കും എല്ലാരോടും പറയൂ? ശരിക്കും എല്ലാവരോടും അവൻ പറയും. ആകെ നാണക്കേടായി. ആ ചെറുക്കൻ നാറ്റിക്കും. ഇങ്ങനെ എന്തായാലും നാറി. ഇങ്ങോട്ട് വാ. പ്രശ്നമില്ലെന്നേ, ഒരു കുഴപ്പമില്ല. അമ്മച്ചി വരത്തില്ല. ആരാത്? അച്ചായ ഞാൻ ഒന്നും കണ്ടില്ല. ഈ ജനാല അടച്ച ഞാൻ ഒന്നുകൂടെ തോക്കലുണ്ട് എങ്കിൽ വെക്കടാ വരെയെന്ന് പറഞ്ഞ് ചാണ്ടിച്ചായ തോക്കിന്റെ നേരെ കാഞ്ചു വലിച്ചു നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ. ഒരു 10 അടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട്. ഉണ്ട കൊണ്ട തൂണേല് ദേവതക്കുട്ടിയും തോക്കും തറയില്. ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി പിടിച്ചു. ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു ആട്ടി മുഴുക്കെ. ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവെച്ചെന്ന് കേട്ടു. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താന്റെ കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടൻ കാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് പെരുന്നാൾ നടന്ന സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാറ്, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി TP ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയും കോരസാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്താ അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വല്യപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേർ അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള് എന്നാ ചെയ്യും? ചാണ്ടിച്ചയെ മാത്രമുണ്ട് കോരസാറിന്റെ കൂടെ.
എടാ ചാണ്ടിയെ അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോര സാറ്. അവന്മാര് സാറിന്റെ രോമറ്റാ തൊടുകയില്ല അത് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവിടെ ആർക്കും ഒരു പിടിയില്ല. പൂഴിമടല് മേലോട്ട് പറക്കുന്നു കണ്ടു, അത്ര മാത്രം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴെ കിടക്കുവാ. എന്നതാ ചാണ്ടിച്ചായൻ മണ്ണാൻ കട്ട. അപ്പൊ കോര സാറായിരിക്കും. അയ്യടാ ഈ 40 പേരുടെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാടിക്കൊണ്ടും സൈക്കിളും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോര സാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേരെ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്കൊരു അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടി. ചാണ്ടിച്ചായ മരുത്. ആ നിങ്ങളൊക്കെ ചായയോട് കഴിഞ്ഞില്ലടാ? ഓ തീർന്ന ചായ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ? ഓ ഇതൊക്കെ ഒരു മുറിവാണോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അതെ അന്ന് വടിവാളോ വാങ്ങിയപ്പോ ചാണ്ടിച്ചാൻ കയറി പിടുത്തം പിടിച്ചില്ലയോ? ഓ അത് ഞാൻ കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം വെച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്താ എല്ലാരും നിൽക്കുന്നേ? ചാണ്ടിച്ചനോടുള്ള ബഹുമാനം കൂടി നിൽക്കുക. അല്ല ഇക്കാലത്തിനിടയിൽ ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങിയില്ല. അങ്ങനെ അന്നേ സാരമില്ല, എല്ലാവരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ അമ്പലാരം കൊണ്ട് വന്നിട്ടേ. ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നത്. അതെന്നാ അങ്ങനെ? ഇച്ചായന് ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനയ്ക്ക് ആനയുടെ വലുപ്പറിയാലല്ലോ. ഒന്ന് ചുമ്മാ എരിയെന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയത്തേറെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റുകയില്ല. കോര സാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ലേ ചാണ്ടിച്ചാ, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ അത് നല്ലതാ ചെയ്യാ. എടാ ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ഓ ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോര സാറാ. അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന് വിവരം അറിയിക്കാൻ ചാണ്ടിച്ചായ. അറിയിക്കല്ലയോ? എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്നു മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ് അത് ഞാനാ. ടർപ്പറ്റ് കളിക്കുന്നു. 3 നേരം കഴിച്ചാൽ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാരാ നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും. ഡ്യൂട്ടി ചെയ്യാൻ സമയം. എന്താണത്? ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയ കിട്ടിയായിരിക്കും. ആഹാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് അബ്ദുക്ക പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ. ഇടവും വലവും. കുറുപ്പേ ഇത് നിങ്ങളുടെ വഴയാണോ? അതെല്ലോ ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ. ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനായിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടോ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഓക്കെ ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ? എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളനെ ജീവനോടെ നേരിട്ടാണ് ഇന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ. മിണ്ടലട പന്നി.
സാറേ ഒരു ചായ കുടിച്ചിട്ടോ അവര് വേണ്ട ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നുമില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ. ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങാനും അറിഞ്ഞ ഓ പിന്നെ നിന്റെ ഒരു അച്ഛൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞു ഓടിക്കോ ഓടിക്കോ. നമ്മളെ പാപ്പച്ചനാണല്ലോ എന്റെ പൊന്നു മോനെ നിനക്ക് എന്ത് പറ്റിയടാ? പാപ്പച്ച. എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ ഞാനും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. എനിക്കൊന്നും മനസ്സിലായി. നിങ്ങളാരും ചോദിച്ചു എന്ത് പാപ്പച്ച എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ എന്റെ ഈശ്വര വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ പിടിക്കവിടെ. കരയണ്ടാട്ടാ ശരിയാക്കി തരാം. കാണി എന്താ ചെയ്യാ. എന്റെ സൗണ്ട് ശരിയായി. അമ്മേ വളരെ ഉപകാരടാ. ഈശ്വര കാലത്തെ കണി നന്നായിരിക്കണേ. എം ഡി ഇല്ലേ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. കാണണമെങ്കിൽ കാണണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വാട്ട് എ സർപ്രൈസ്. എന്താ കാര്യം? അത് എം ഡിയോട് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. അല്ല കുട്ടിയുടെ പേഴ്സണൽ വല്ല കാര്യമാണെങ്കിൽ ഈ വളപ്പൊട്ട് പരമനോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. യെസ്, ആരാ അവിടെ? ഇത് വൺ മോർ മിസ്റ്റർ ഓൺലി വൺ ലേഡീസ്. മൈ നെയിം ഈസ് കറക്റ്റ്. ആ ഹെഡ് ഓഫീസിന്റെ കൺസൈൻമെന്റ് ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ആ ഇപ്പൊ കൊണ്ടുവരാം, അവിടെ ഇരുന്നോ. എല്ലാ ഫയലുകളും ഞാൻ തന്നെ നോക്കണേ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, സാക്ഷരത നോട്ട് ഓൺലി ബട്ട് ഓൾസോ. വൺ മോർ തിങ്, യു ഗെറ്റ് വൺ ഹോട്ട് ടീ ഫോർ മീ. എന്താ പറഞ്ഞേ? സോറി ഞാൻ ഓർത്തില്ല, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഒരു ചൂട് ചായ വാങ്ങിച്ചോണ്ടോ. അതിന് ഞാൻ തന്നെ പോണേ, നല്ല ചായ നോക്കി മേടിക്കാൻ അറിയില്ല. സോറി. കുട്ടി ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ ഇരിക്കൂ. താങ്ക് യു സാർ. ടെൽ മീ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഐ എം വിനീത. ഞാനൊരു ജേർണലിസം സ്റ്റുഡന്റാ. പ്രൊഫസർ നാരായണൻകുട്ടിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെയും കൂടി ഗുരുവാണ്. സാറ് പറഞ്ഞു എക്സാമിന്റെ ഭാഗമായിട്ട് എനിക്കൊരു തീസിസ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. വിഷയം ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി. അതിനുവേണ്ടിയുള്ള ഫീൽഡ് വർക്കിനാ ഞാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ തരണം. പിന്നെന്താ, ചോദിച്ചോളൂ. ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ഇവിടുത്തെ ബിസിനസിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഐ യു ഹാപ്പി? ചരക്ക് വന്നോ? മുതലാളിക്ക് അങ്ങനെ മനസ്സിലായി? ചരക്ക് വന്ന തരാന്നല്ലേ പറഞ്ഞത്? മുട്ടി നോക്ക്, ചെലപ്പോ കിട്ടും ചകടത്ത്. അപ്പൊ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. മുതലാളിയുടെ ഒരു വേഷം കണ്ടില്ലേ, പാടത്ത് കോലം കുത്തിയ പോലെ. ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണ്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാറില്ല. സാധനങ്ങൾക്ക് ഓർഡർ തരാൻ വന്ന ഏതോ കസ്റ്റമറാണ് പൂർ ഫെല്ലോ. ഇവിടെ സാധനം സ്റ്റോക്ക് ഇല്ല. ഇരിക്കട്ടോ. ഓക്കെ സാർ. ഞാനിപ്പോ വരാം. ചേട്ടാ ഞാൻ കാശ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനിരിക്കില്ല, ഞാൻ നേരിട്ട് വന്നിരിക്കല്ലേ, കൈ തന്നാ മതി. ചേട്ടൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. ആ കാശ് ഞാൻ വേറെ കടക്കാൻ ഇപ്പൊ കൊടുത്തയച്ചോളൂ. അയാൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാണും. കോയമ്പത്തൂരിൽ ചരക്ക് വന്നാൽ അവിടെ മുഴുവൻ കാശും തരാമെന്ന് പറഞ്ഞിട്ട്. അത് ചേട്ടൻ തെറ്റിക്കേട്ടതാ. ഞാൻ കോയമ്പത്തൂരേക്ക് ചരക്ക് അയച്ചാൽ അവിടുന്ന് കാശ് വരും, അതിൽ നിന്ന് ഞാൻ ചേട്ടൻ എടുത്തു തരാമെന്ന് പറഞ്ഞത്. മതി, കുറെ കാലമായി ന്യായം പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇപ്പൊ കിട്ടണം കാശ്. അല്ല ആരാ അത്? അത് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ എന്താ ഇടപാട്? അത് പിന്നെ യുവത്വത്തിന്റെ പ്രശ്നങ്ങള്. എന്താ ഇടപാടെന്ന്? ആ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ലേ എനിക്ക് കുവൈറ്റിൽ നിന്ന് കുറെ കാശ് കിട്ടാനുണ്ടെന്ന്. അത് ആ കുട്ടി വഴിയാ കിട്ടാൻ പോണേ. മനസ്സിലായില്ലേ? ഇല്ല. ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. മമത കുൽക്കർണി, കുവൈറ്റിലുള്ള കുൽക്കർണി സാറിന്റെ ഏക മോള. എത്രയാണെന്നറിയോ സ്ത്രീധനമായിട്ട് കിട്ടാൻ പോണേ? 50 ലക്ഷം രൂപ.
ഇത്രയും വലിയൊരു തുക സ്ത്രീധനമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും. മൂകയും ബധിരയുമാണ് ചേട്ടാ ആ കുട്ടി. ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണ്. അറവുശാലയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അറവുമാണ് ഞാൻ. മമതാ കുൽക്കർണി അല്ല, മാധുരി ദീക്ഷിത്തും അല്ല. അത്ഭുതം! സംസാരശേഷി തിരിച്ചു കിട്ടി, സംസാരശേഷി തിരിച്ചു കിട്ടി. നാളെ നേരം വെളുക്കും മുമ്പ് കംപ്ലീറ്റ് സാധനങ്ങൾ വാരി വെളിയിലിട്ട് വാതിൽ പൂട്ടി താക്കോൽ എന്റെ വീട്ടിലെത്തിക്കണം. മാഡം, ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തീരെ ശോഭനമല്ല. ഇന്ത്യൻ യുവത്വത്തിന് ഒരു ചായ കുടിക്കാം. പിന്നെന്താ, കുടിക്കാമല്ലോ. പറഞ്ഞം കിട്ടിയല്ലേ? എനിക്ക് ഏതായാലും തരാൻ പറ്റില്ല. നന്നായി, താങ്ക് യു. இந்த மாத்திரைய 5 நாள் சாப்பிடணும், தவறக்கூடாது. புரியுதா? சரிங்க. ஏங்க, வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான். யாரு? தெரியல, நீங்களே வந்து பாருங்க. யாருப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல குண்டு எடுத்து கொடுங்க. நான் எப்படி குண்டு எடுக்கிறது? சீக்கிரம் ஆஸ்பத்திரி போப்பா. ஆபரேஷன் பண்ணி தான் குண்டு எடுக்க முடியும். ஆஸ்பத்திரிக்கு போக முடியாதுங்க. ஏதாவது ஒரு கத்தி எடுத்து எப்படியாவது குண்டு எடுங்க. இது வைங்க. எங்க பார்க்கலாம்? നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ? അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ പുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലുവടിയായോ എന്തോ. അയാള് പറഞ്ഞു ഇന്ന് വരാ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ലെന്ന്. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടല്ലോ. വടിവേല ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയില്ലാത്ത ജോലിയല്ലേ, മതിയായി കാണാം. ശരി. അല്ല, യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനകം എത്തും. യൂറിയ വരുമായിരിക്കും, നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലത് ആണോ? ഇവനിത് എന്ത് പറ്റി? മാറ്റി അവന്റെ തുണി മാറ്റാം. എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? ഞാൻ പാക്കലേ. നീ പാത്തു? നീ എന്തിനാ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഇല്ലക. എന്താണ് അതേ നിലവിളി, അന്ന് വെടിവെച്ച് പറ്റ അതേ നിലവിളി. താണ്ടേ, ഇവനാ നമ്മുടെ വാഴകൾ പിഴുതു കളഞ്ഞ കള്ളപ്പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പളനിച്ചാമി, അവനത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവനും കൊണ്ട് പണിക്ക് വിട്ടത്. ഇവിടെയുള്ള ഉറവന്മാരെ സിമെന്റ് തടച്ച് ഇപ്പഴേ വാഴയും പിഴുതും. പൊന്ന പരട്ടെ, കൂടെ ചതിക്കായിരുന്നല്ലടാ. അപ്പൊ ഇവിടെ ഉറവുണ്ടായിരുന്നോ? ഉണ്ട് ചായ. ഞാൻ കാട്ടി കൊടുക്കറേங்க. ദയവ് ചെയ്ത് എന്നെ കൊല്ലാടുക്ക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്. എവിടാ ഉറവ? അങ്ക ഉറവ അങ്ക இருக்குங்க. ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ഒന്നിങ്ങ് വന്നേ. എന്നടാ എന്നടാ? അതൊക്കെ വന്നിട്ട് പറയിച്ചായ. വാ പറഞ്ഞ നിന്റെ മറ്റേ ഞുണ്ടിക്കാലാ. നീ ഇതിൽ എങ്ങനെ ഇറങ്ങി? വരക്കൂടാതെ കിട്ടിയ വരക്കൂടാതെ 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 വരും. വരക്കൂടാതെ വരക്കൂടാതെ എന്നാ ചതിയവന്മാര് ചെയ്തു? ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ട്
വെള്ളം കണ്ട ഒന്ന് ഓടി വേഗം വാടാ. വെള്ളമല്ല, ഒരു പുഴ തന്നെ ഉണ്ട് ഇവിടെ. നോക്കടാ. എവിടെ പോയി കിടക്കുന്നു സത്ത് കെട്ടത്? പാപ്പച്ചനാണോടെ? അല്ല, വിശ്വംഭരനാ. ആ, എന്റെ പശുവിനെ കണ്ടോ നീ? പാപ്പച്ച രാവിലെ കൊണ്ടുപോയതാ. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല, പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം വഴിയിട്ട് കവലെ കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്ന് അവന്റെ മുട്ടുകാലി തല്ലി ഒടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച ഒരു പ്രശ്നമില്ല ഇനി. നമ്മളെ പറയാൻ താമസിക്കുന്നേ. അതെന്താ? എന്റെ ഖദീജയെ കുട്ടി പ്രസവിക്കാൻ പോവല്ലേ? കാമഡി. ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ചെന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. അതെന്താ സുന്ദര? അമ്മ മരിച്ചുപോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസ സൗകര്യം നോക്കുന്നത് ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ, അവിടെ സൗകര്യം കുറവാണേ. ഉള്ള സൗകര്യം മതിയല്ലേ? അയ്യോ, അത് മാത്രല്ല പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? ഏയ്, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല, നാടകക്കാരി. ചിലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ. എടാ എണ്ണ കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ, ഏതാണ് അവള്? ഹീറോനി. ആര്? ഹീറോനി. അതാണ് നിന്റെ പേര്? ഇവിടെ കണ്ടിട്ടൊരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയ കാലം നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി ഞാൻ പിടിക്കണേറ്. പിടിക്കട, നടക്കണ വീട്ടിൽ. കുമാര, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം. ഈ പശുവിന്റെ കാലിനാ